റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലാണ്. എറണാകുളം മറൈൻ ഡ്രൈവിൽ വഞ്ചി സ്ക്വയറിൽ നിന്നും തത്സമയം പ്രേക്ഷകർക്കൊപ്പം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിന്റെ വ്യവസായ തലസ്ഥാനമായ കൊച്ചി, കേരളത്തിലെ ഏക മെട്രോ സിറ്റി, അതിവേഗം കുതിക്കുന്ന സ്മാർട്ട് സിറ്റി. ഈ എറണാകുളത്തിന്റെ രാഷ്ട്രീയ മനസ്സ് ഇക്കുറി ആർക്കൊപ്പമായിരിക്കും? ഹൈബീഡിനോടൊപ്പം 1.5 ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിന് ചാഞ്ഞ മണ്ഡലമാണ്. ഇത്തവണ ഇടതുമുന്നണി തിരിച്ചുപിടിക്കുമോ? KJ ഷൈനാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി. അപ്രതീക്ഷിതമായി KS രാധാകൃഷ്ണനെ കളത്തിലിറക്കി NDAയും ഒപ്പം 2020യും ഈ കളത്തിലിറങ്ങിയിട്ടുണ്ട്. ആം ആദ്മി പാർട്ടിക്കുമുണ്ട് സ്ഥാനാർത്ഥികൾ. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ രാഷ്ട്രീയ ചിന്തയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ സംവാദ സദസ്സിൽ പ്രതിഫലിപ്പിക്കുന്നത്. നമുക്കൊപ്പം അതിഥികളായി UDF-ൽ നിന്നും ഹെൻറി ഓസ്റ്റിൻ, വെൽക്കം ഹെൻറി ഓസ്റ്റിൻ. LDF-ൽ നിന്നും അഡ്വക്കേറ്റ് KS അരുൺകുമാർ, NDAയിൽ നിന്നും S സജി, ഒപ്പം എറണാകുളം മണ്ഡലത്തിലെ വോട്ടർമാരും വിവിധ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട പ്രവർത്തകരും നമുക്കൊപ്പം തത്സമയം ചർച്ചയിൽ പങ്കുചേരുന്നു. ആദ്യം ഹെൻറി ഓസ്റ്റിനിലേക്ക്. ഹെൻറി ഓസ്റ്റിൻ, ഇന്നിപ്പോ രാഹുൽ ഗാന്ധി വന്നു, നരേന്ദ്രമോദി വന്നു, തെരഞ്ഞെടുപ്പ് അടുത്ത ഗിയറിലേക്ക് മാറുകയാണ്. ഹൈബീഡിന് വീണ്ടും ഒരു ഊഴം കൂടി എറണാകുളത്തുകാർ എന്തിനു കൊടുക്കണം? ഹൈബീഡിന് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാനാർത്ഥി, UDF-ന്റെ സ്ഥാനാർത്ഥി, MLA എന്ന നിലയിലും പാർലമെന്ററി എന്ന നിലയിലും തൻ്റേതായിട്ടുള്ള സാന്നിധ്യം വളരെ മികവോടുകൂടി അവതരിപ്പിച്ച ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും തല ഉയർത്തിപ്പിടിച്ചാണ് ആ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഹൈബീഡിനെ UDF അവതരിപ്പിക്കുന്നത്. വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ്. കാരണം കഴിഞ്ഞ 5 വർഷം ഈ മണ്ഡലത്തിലെ എല്ലാ മേഖലകളിലും എല്ലാ കാര്യങ്ങളും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എന്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നോ അതിനൊരുപടി മുകളിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. സാധാരണ ഒരു പാർലമെന്റിനേക്കാൾ ഉപരിയായി ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടുള്ള ഒരുപാട് പദ്ധതികൾ അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് ആയ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോഴും സ്ഥിരമായി CPM-ന്റെയും ഇടതുമുന്നണിയുടെയും പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് സംസ്ഥാനത്തിനു വേണ്ടി പാർലമെന്റിൽ ഹൈബീഡൻ എന്തു സംസാരിച്ചു, തലസ്ഥാനം അത് കൊച്ചിയിലേക്ക് മാറ്റണം തുടങ്ങിയ പ്രസ്താവനകൾക്കപ്പുറത്തേക്ക് ഹൈബീഡൻ വാ തുറന്ന് സംസാരിച്ചിട്ടുണ്ടോ? കേരള സംസ്ഥാനത്തിനു വേണ്ടി എന്താണ് ഒരു ചോദ്യം. പാർലമെന്റിന്റെ പെർഫോമൻസ് തന്നെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് എടുത്തു നോക്കിയാൽ ഇതിനുള്ള കൃത്യമായ ഉത്തരവുണ്ട്. 89% അറ്റൻഡൻസ് ആണ് ഹൈബിക്ക് പാർലമെന്റിൽ. 309 ചോദ്യങ്ങൾ അദ്ദേഹം പാർലമെന്റിൽ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ 58 സബ്മിഷൻസ് അദ്ദേഹത്തിന്റെ ആണ്. പ്രൈവറ്റ് ബിൽ 9 എണ്ണം അദ്ദേഹത്തിന്റെ ആണ്. ഒരു പാർലമെന്റേറിയൻ ദേശീയ ശരാശരിയേക്കാൾ വളരെ മുകളിലാണ് അദ്ദേഹത്തിന്റെ പെർഫോമൻസ്. അപ്പോൾ ആസ് എ പാർലമെന്റേറിയൻ ഇൻസൈഡ് ദ പാർലമെന്റ് വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതേപോലെ കീ ഇഷ്യൂസിൽ ഇപ്പം മണിപ്പൂർ പോലത്തുള്ള ഒരു ഇഷ്യൂല് അദ്ദേഹം മണിപ്പൂർ സന്ദർശിച്ച ഒരു പാർലമെന്റേറിയനാണ്. എത്ര പാർലമെന്റേറിയൻസ് പോയിട്ടുണ്ട്? മണിപ്പൂരിൽ ലൈവായി അവിടെ പോയി അവിടുത്തെ പ്രശ്നങ്ങൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിത്വമാണ്. അതേപോലെ ലോങ് മാർച്ച് CAയുടെ സമയത്ത് എറണാകുളത്ത് നിന്ന് മട്ടാഞ്ചേരിയിലേക്ക് ബൈ ഫുഡ് പദയാത്ര നടത്തി DK ശിവകുമാറിനെ കൂട്ടുപിടിച്ച് ഇവിടെ നിന്ന് പദയാത്ര നടത്തിയ വ്യക്തിത്വമാണ്. അപ്പോൾ എല്ലാ ഇഷ്യൂസിൽ കൃത്യമായി ഇടപെടുകയും അത് പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഷയങ്ങളാണെങ്കിലും പാർലമെന്റിൽ നമ്മൾ രാജ്യം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ അദ്ദേഹം കൃത്യമായി ഇടപെട്ടു എന്നുള്ള കാര്യം കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും. KS അരുൺകുമാർ, ഇവിടെയാണ് ഹൈബീഡിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം സിറ്റിംഗ് MP-ക്കെതിരെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് വ്യക്തമായിട്ട് പ്രതിഫലിപ്പിക്കാൻ നിങ്ങൾക്കും കഴിയുന്നില്ല. കാരണം മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ സജീവ സാന്നിധ്യം, CA വിഷയത്തിലടക്കമുള്ള അദ്ദേഹത്തിന്റെ സാന്നിധ്യം, ഒപ്പം മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങളിൽ അദ്ദേഹം പാർലമെന്റിലധികം ശബ്ദിച്ചത്, ഇത്തരം കാര്യങ്ങളെല്ലാം 305-ലധികം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. 5ഓളം സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ തന്നെ പറയുന്നത്. എന്തു പറഞ്ഞാൽ അദ്ദേഹം ഒരു മികച്ച പാർലമെന്റേറിയൻ തന്നെയല്ലേ? ആ ഘട്ടത്തിൽ 2ാം ഊഴം കിട്ടില്ലേ? സ്വാഭാവികം. പാർലമെന്റിൽ ചോദ്യം ചോദിക്കാന്ന് വെച്ചാൽ എഴുതി കൊടുക്കാൻ എല്ലാവർക്കും പറ്റും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഏറ്റവും കൂടുതൽ ഈ രാജ്യം ചർച്ച ചെയ്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർഷക ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. കാർഷിക പരിഷ്കരണ നിയമം. UDF-ഉം കോൺഗ്രസും ഒന്നാകെ ആ നിയമത്തെ പിന്തുണച്ചു. 2ാമത് ലേബർ കോഡ് ഏറ്റവും ഗൗരവത്തോടെ ചർച്ച ചെയ്തു. ലേബർ കോഡിനെ പൂർണ്ണമായി പിന്തുണച്ചു. UAPA നിയമം മിണ്ടരുതെന്ന് അമിത്ഷാ പറഞ്ഞപ്പോൾ അത് കേട്ട് മിണ്ടാതെ ഇറങ്ങിപ്പോയി. ഇവിടെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ചോദ്യം ഹൈബീഡൻ ചോദിച്ചു എന്നാണ് പറയുന്നത്? കൃത്യമായി പരിശോധിച്ചാൽ 2 തവണ എഴുന്നേറ്റ് നിന്നു. ഒന്ന്, SFIയെ നിരോധിക്കണമെന്ന് പറയാൻ. 2, ഇവിടെ കേരളയിൽ വേണ്ടെന്ന് പറയാൻ. ഈ 2 കാര്യത്തിലല്ലാതെ ഇന്ത്യൻ പാർലമെന്റിൽ ഹൈബീഡൻ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ചെല്ലാനം മുതൽ അങ്ങ് നോക്കിയാൽ മുനമ്പം വരെയുള്ള തീരദേശ മേഖല ഏതെങ്കിലും ഒരു സംഭാവന MP-യുടെ ഭാഗത്തുനിന്നുണ്ടോ? ഈ MP-യുടെ മികവ് കാണണമെങ്കിൽ 7 റെയിൽവേ സ്റ്റേഷൻ നോക്കിയാൽ മതി. കുമ്പളം, തൃപ്പൂണിത്തറ, എറണാകുളം സൗത്ത്, നോർത്ത്, കളമശ്ശേരി, ആലുവ, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കളമശ്ശേരി, ആലുവ കഴിഞ്ഞാൽ അങ്കമാലി. 7 സ്റ്റേഷൻ നോക്കിയാൽ മഴ നനയാതെ റെയിൽവേ സ്റ്റേഷനിലൊന്ന് നിൽക്കാൻ പറ്റുമോ? ഒരു MP-ക്കല്ലേ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുക? ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഷിപ്പ് യാർഡ്, അപ്പുറത്തേക്ക് നോക്കിയാൽ FACT, HLL അടച്ചുപൂട്ടി, അതുപോലെ തന്നെ സ്പെഷ്യൽ എക്കണോമിക് സോൺ, അതുപോലെ ഇൻഫോ പാർക്ക്. ഇവിടെ എന്താണ് കഴിഞ്ഞ 5 വർഷമായി MP കൊണ്ടുവന്നതെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരൊറ്റ വികസന പ്രവർത്തനം പോലും ഈ എറണാകുളം പട്ടണത്തിലില്ല.
കൃത്യമായിട്ട് മറുപടി പറയാം. ആ റെയിൽവേ ആ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ 299.5 കോടിയുടെ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ 150.28 കോടിയുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. തൃപ്പൂണിത്തുറയിലെ മാർഷലിംഗ് യാർഡ് അവിടെ 10.5 കോടി രൂപയുടെ തൃപ്പൂണിത്തുറ സ്റ്റേഷന്റെ വികസനം നടക്കുന്നു. അദ്ദേഹത്തിന്റെ MP ഫണ്ടിൽ ഫസ്റ്റ് ഇയർ 70 ലക്ഷം രൂപ അവിടുത്തെ പാർക്കിംഗ് ദീർഘകാലമായിട്ടുള്ള ആവശ്യമാണ്. പാർക്കിംഗ് യാർഡ് സജ്ജമാക്കി അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്നാണ് പ്രവർത്തനം നടന്നത്. 2025 പ്രവർത്തനം എല്ലാം പൂർത്തിയാകുകയാണ്. അപ്പോൾ ഒരു പ്രവർത്തനം ഇദ്ദേഹം ഇപ്പൊ റെയിൽവേയുടെ കാര്യം എടുത്തു ചോദിച്ചത് നന്നായി, കാരണം കൃത്യമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ അത് റെയിൽവേയുടെ കാര്യത്തിൽ വേണ്ടത്ര പുരോഗതി നടക്കുന്നുണ്ട്. ഈ മഴ നനയാതെ ഒരാൾക്ക് ഈ റെയിൽവേ സ്റ്റേഷനിൽ ഒന്നും നിൽക്കാൻ കഴിയില്ല. ഒന്ന് ചെന്ന് നോക്കുക, സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പൊളിച്ച് പാളിസാക്കിയിട്ടിരിക്കുന്നു. ഏതെങ്കിലും പദ്ധതി നടപ്പാക്കുന്നുണ്ടെങ്കിൽ KV തോമസ് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചപ്പോൾ അദ്ദേഹം മാറ്റിവെച്ച ഫണ്ട് കൃത്യമായി വൈകി അങ്ങ് വന്നിട്ടുണ്ട്. ഹൈബി ഈഡൻ ചെലവഴിച്ചതാണെന്ന് പറയാൻ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം കാണിച്ചു തരൂ എന്ന് ഞാൻ പറഞ്ഞത് ആധികാരികമായി ആ കണക്കുകൾ അങ്ങ് എടുത്തു വെച്ചോളൂ. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ സജി, നോക്കൂ, NDAക്ക് KS രാധാകൃഷ്ണനെ നിങ്ങൾ ഈ മണ്ഡലത്തിൽ നിർത്തുന്നു. 1.5 ലക്ഷത്തിലധികം വോട്ടിന്റെ ഒരു ബേസ് എറണാകുളം മണ്ഡലത്തിൽ NDAക്ക് കൊണ്ട് ഞാൻ സമ്മതിക്കുന്നു. ഇന്നിപ്പോ പ്രധാനമന്ത്രി വന്ന് സംസാരിച്ചു പോയതിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി പറഞ്ഞ വാചകം മാരീജനായി വന്ന് കേരളത്തെ മോഹിപ്പിച്ച് കടന്നു കളയാമെന്ന് കരുതരുതെന്നാണ്. അങ്ങനെ വലിയ മോഹങ്ങൾ കേരളത്തിന് കൊടുത്തു പോയാൽ കേരളം ആ മോഹക്കിണിയിൽ വീഴുമെന്ന് തോന്നുന്നുണ്ടോ ശ്രീ സജി? തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളില് ഭാരതീയ ജനതാ പാർട്ടിക്ക് NDAക്കും വളരെ വിശ്വാസമാണ്. കാരണം അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അടിസ്ഥാനപരമായി സീറ്റുകൾ ഇല്ല എങ്കിൽ പോലും എത്രയോ സംസ്ഥാനങ്ങളും മാറ്റിവെച്ചിട്ട് നരേന്ദ്രമോദി കേരളത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്. ഇവിടെ എനിക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം, കോൺഗ്രസിന്റെ ആളായാലും CPMന്റെ ആളായാലും ഈ റെയിൽവേ വികസനം അതെന്താണ് MP കേന്ദ്രത്തിന്റെ വികസന പദ്ധതികളാണ്. ഇന്ത്യയിലെ അടിസ്ഥാന മേഖലയില് മുഴുവൻ വികസനം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് റോഡിന്റെ വികസനം, റെയിൽവേയുടെ വികസനം, വ്യോമ വികസനം, അങ്ങനെ എല്ലാ അടിസ്ഥാന മേഖലകളിലും നരേന്ദ്രമോദി സർക്കാർ ഈ ഹൈബീഡന്റെ ആ തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രകടന പത്രികയിൽ ചെയ്തു പറയുന്നത് ഈ കേരളത്തിലെ NDA സർക്കാർ ചെയ്ത 85% കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുക. ഞാൻ ഒരു കാര്യം പറയാം, സർക്കാരിന്റെ പദ്ധതികളെ കൊണ്ടുവരാൻ പറ്റും. ഒരു കാര്യം ആ MP-യോട് വളരെ കൃത്യമായിട്ട് ഞാനൊരു കാര്യം ചോദിക്കാനായിട്ട്, MP-ക്ക് ചെയ്യേണ്ട ഒരു കാര്യം, ഇന്ത്യയില് 29 സ്ഥലങ്ങളിലായിട്ട് കേന്ദ്രീയ വിദ്യാലയങ്ങള് നിർമ്മിച്ചപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടികജാതി ആളുകളുണ്ട് എന്ന് കണ്ടെത്തിയ ഈ കാക്കനാട്, ഈ തൃക്കാക്കരയില് ഒരു കേന്ദ്രീയ വിദ്യാലയം കൊടുത്തിട്ട് ആ കേന്ദ്രീയ വിദ്യാലയത്തിന് വേണ്ടി സംസ്ഥാന സർക്കാരുമായിട്ട് സഹകരിച്ചിട്ട് ഒരു സാങ്ഷൻ, ഒരു റവന്യൂ ഭൂമി കണ്ടെത്താനായിട്ട് ഈ ഹൈബിക്ക് കഴിഞ്ഞിട്ടില്ല. ഇദ്ദേഹമാണ് ബാക്കിയെല്ലാം എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ നരേന്ദ്രമോദി ചെയ്ത കാര്യങ്ങള് ഹൈബീഡൻ ചെയ്തു എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചോളം, നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ നമ്മൾ ഒരൊറ്റ കാര്യം പറയാം, കേരളത്തിൽ നടന്ന ഹൈവേ വികസനത്തില് ഇത്രയേറെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞിട്ട് എന്താ, ഇന്ത്യയില് ഒരു രാഷ്ട്രീയ കക്ഷിയോടും ഒരു സംസ്ഥാനത്തോടും ഒരു വിവേചനവും എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ. ബാക്കി ഏതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് വാങ്ങിച്ചോ സജി? അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, അതുകൊണ്ട് ബാക്കി ഏതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് വാങ്ങിയോ? കോടി രൂപ കേരളത്തിൽ നിന്ന് എണ്ണി മേടിച്ചിട്ടാണ് ഇവിടെ ദേശീയപാതയുടെ വികസനം വന്നത്. ദേശീയപാത വികസനത്തില് ലാസ്റ്റ് എന്താ, ഒരു പൈസ പോലും നമുക്കറിയാവുന്ന കേരളത്തിലെ ഗവൺമെന്റിന്റെ അവസ്ഥ എന്താ, കടം മേടിച്ച് ദേശീയപാത വികസനത്തിന് 5800 കോടി രൂപയോളം സംസ്ഥാന സർക്കാർ കൊടുത്തിട്ട് നിങ്ങൾ വസ്തുവിന്റെ ആ 100% പൈസ പോലും കേന്ദ്രം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ഇന്ന് പോലും കണ്ടെത്താൻ കഴിയാത്ത കേരള സർക്കാരിനെ മാത്രമേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം NDAയുടെ മുഖമുദ്ര അടിസ്ഥാന വികസനം. ഒറ്റ ചോദ്യം കഴിഞ്ഞ് ഞാൻ വോട്ടർമാരിലേക്ക് പോകാം. ഇവിടെ ഏകദേശം 53% ക്രിസ്ത്യൻ വോട്ടുള്ള ഒരു മണ്ഡലമാണ്. മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ കത്തി നിൽക്കുന്നുണ്ട്. ആ മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ കത്തി നിൽക്കുമ്പോൾ പള്ളികളിൽ കൊടികൾ കെട്ടാൻ വേണ്ടി സംഘപരിവാറിന്റെ അനുകൂലികൾ മത്സരിച്ച് ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വോട്ടർമാരുടെ മുഖത്ത് നോക്കി ഒരു ഉറച്ച മനസ്സോടുകൂടി വോട്ടഭ്യർത്ഥിക്കാൻ കഴിയുക? കേരളത്തിലെ മാധ്യമങ്ങളും മറ്റ് രാഷ്ട്രീയക്കാരുമാണ് സമുദായം നോക്കിയിട്ട് വോട്ട് നിർണ്ണയിക്കുന്നത്. BJPയുടെ രാഷ്ട്രീയം അതല്ല. BJPയെ സംബന്ധിച്ചിടത്തോളം എല്ലാ പൗരന്മാരും ഒന്നായി കാണും. നിങ്ങളുടെ ഈ ചോദ്യത്തിൽ തന്നെ അടങ്ങിയിരിക്കുന്ന എന്താ, ക്രിസ്ത്യൻ വിഭാഗങ്ങളെ പ്രകോപിപ്പിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവരായാലും ഹൈന്ദവരായ അങ്ങനെയല്ല, അവരെല്ലാം ജനങ്ങളായി കാണുക എന്നുള്ള വികസന കാര്യങ്ങളാണ് BJPക്കുള്ളത്. പൗരത്വ നിയമത്തിൽ മതം കൊണ്ടുവന്നത്, പൗരത്വ നിയമം ഇന്ത്യക്ക് വെളിയിലുള്ള കഷ്ടപ്പെടുന്ന ന്യൂനപക്ഷ ആളുകളെ സഹായിക്കാൻ വേണ്ടിയാണ്. അല്ല, ഒരിക്കലും ഇന്ത്യയിലെ ഒരാളുടെ പോലും
പൗരത്വത്തെ ഏതെങ്കിലും ഇന്ത്യയില് ഒരാളുടെ പൗരത്വത്തെ ഹനിച്ചു എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയെങ്കിൽ ഈ ചർച്ച ഞാൻ അതിലേക്ക് പറയാം. എനിക്ക് ചോദ്യമുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അതിന് മുമ്പ് ഒരു കാര്യം ഒന്ന് പറയാനുണ്ട്. കൊണ്ടുവന്നിരിക്കുന്ന നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മുടെ ഭരണഘടനയിലെ പ്രൊവിഷൻസ് എതിരായിട്ടുള്ള നിയമമാണ് CAA കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ ഓക്കെ, ഒരു നിമിഷം ചേട്ടാ ഒന്ന് മാറി നിന്നോട്ടെ. പറഞ്ഞോ ചേട്ടാ പറഞ്ഞോ. അരുൺ, ഇതിൽ പറയാനുള്ള ഒരു പ്രത്യേക എന്താ ഈ പ്രത്യേക ന്യൂനപക്ഷങ്ങൾ മാത്രം എന്ന് പറയുന്നത്, ഇവര് 5 വ്യത്യസ്ത മതക്കാരെ, അതായത് ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നുള്ള ന്യൂനപക്ഷങ്ങളെന്ന് വിവക്ഷിക്കുമ്പോൾ അവിടെ തന്നെ ന്യൂനപക്ഷങ്ങളായ മുസ്ലിം വിഭാഗമുണ്ട്. ആ മുസ്ലിം വിഭാഗങ്ങൾ അവിടെ പീഡനം ഏൽക്കുന്ന മുസ്ലിം വിഭാഗങ്ങൾ അവിടെ ഉണ്ട്. പാകിസ്ഥാനിലുണ്ട്, അഫ്ഗാനിസ്ഥാനിലുണ്ട്, ബംഗ്ലാദേശിലുണ്ട്. അപ്പൊ അങ്ങനെ പീഡനം വെക്കുന്ന ന്യൂനപക്ഷങ്ങളിൽ മുസ്ലിം വിഭാഗങ്ങൾ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് നമുക്ക് അതിലേക്ക് വരാം. അതിന് ആഴത്തിലുള്ള ചർച്ചയിലേക്ക് ഇപ്പൊ പോകാൻ സമയമില്ല. പക്ഷേ എങ്കിലും എന്താണ് വോട്ടർമാർ ഒറ്റ മിനിറ്റ് ഇവിടെ പറഞ്ഞല്ലോ. CAA പറ്റി പറയുമ്പോൾ ഇവരുടെ പ്രകടന പത്രികയിൽ എത്ര തവണ വായിച്ചു നോക്കി പേജ് മറച്ചാലും 8ാം പേജിൽ ഉണ്ടെന്ന് പറഞ്ഞു. 8ാം പേജ് ഒരു 10 തവണ തിരിച്ചു നോക്കി. ഒരു വാക്ക് CAA എന്ന് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഉണ്ടെങ്കിൽ ഈ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചു. കോൺഗ്രസ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിൽ അത് ഉണ്ടല്ലോ. പിന്നെ ചോദിക്കുന്നത് നിങ്ങൾ അധികാരത്തിൽ വന്നാൽ CAA പിൻവലിക്കുമോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോ മല്ലികാർജുൻ ഖാർഗെ പത്രപ്രവർത്തകരോട് പറഞ്ഞത് രാത്രി ഞാൻ പോയി ഒന്ന് ആലോചിച്ചിട്ട് മറുപടി പറയാൻ. എത്ര രാത്രി കഴിഞ്ഞു? മാത്രമല്ല എം ഹസൻ തിരിച്ചും പറഞ്ഞിട്ടുണ്ട്. ഒരു കൃത്യമായ ഒരു കാര്യം, ഇന്നലെ ആലപ്പുഴ മണ്ഡലത്തില് പ്രചരണത്തിനായിട്ട് ഇമ്രാൻ പ്രതാപ് എന്ന് പറയുന്ന രാജ്യസഭ MP മഹാരാഷ്ട്രയിൽ നിന്ന് വന്നിട്ടുണ്ട്. അദ്ദേഹം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ന്യൂനപക്ഷ ഡിപ്പാർട്ട്മെന്റ് ചെയർമാനാണ്, രാജ്യസഭ MP ആണ്. 63 റാലികളിൽ നോർത്ത് ഇന്ത്യയിൽ അദ്ദേഹം പങ്കെടുത്തതിന്റെ കണക്കാണ് അദ്ദേഹം പറഞ്ഞത്. 1,04,00,000 രൂപ ഉത്തർപ്രദേശ് ഗവൺമെന്റ് CAA-ക്കെതിരെ നടത്തിയ റാലിക്ക് ഫൈനായിട്ട് അദ്ദേഹത്തിന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. 4 വേറെ വന്നിട്ടുണ്ട്. കൊടി പോലും പിടിക്കാൻ എന്റെ പ്രിയ അരുൺ, ഇതിലുള്ള പ്രശ്നം പ്രശ്നം എന്താ അറിയോ? ഇവിടെയുള്ള പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. കേരളത്തിലുള്ള CPM-കാർ ഒരു പൊതുധാരണ എന്ന് പറയുന്നത് കൈരളി ചാനലും കണ്ട് ദേശാഭിമാനിയും വായിച്ചാൽ ലോകത്തെ എല്ലാ വാർത്ത അറിഞ്ഞതാണ്. ഇന്ത്യയിൽ മറ്റ് എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ആണ് CAA-ക്കെതിരെ സമരം നടത്തുന്നത്. ഈ പ്രകടന പത്രിക ഉൾപ്പെടുത്താതെ പോയതിനൊരു തൃപ്തികരമായ വിശദീകരണം കൊടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ. ഇതിന് വളരെ തന്ത്രപരമായിട്ട് ഒരു അജണ്ട ഉണ്ട്. ഇപ്പോ കൊടിയുടെ കാര്യം പറഞ്ഞാലും CAA-യുടെ കാര്യം പറഞ്ഞാലും BJP ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് ആരാ? അത് ഭയമാണോ തന്ത്രമാണോ എന്നതാണ്. ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷനില് രാഹുൽ ഗാന്ധി വയനാട് പച്ചക്കൊടി ലീഗിന്റെ കൊടി കണ്ടു എന്ന് പറഞ്ഞിട്ട് ചർച്ച ആക്കിയതാരാ? BJP ആക്കി. ഞാൻ പറയാം വോട്ടർമാരിലേക്ക്. എന്താണ് പറയൂ, മണ്ഡലത്തിലെ രാഷ്ട്രീയ സാധ്യത എന്താ? ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് ആരധികാരത്തിൽ വരുമ്പോഴാണ് രക്ഷ കിട്ടുക? പക്ഷെ പ്രകടന പത്രികയിൽ CAA ഇല്ലെന്നൊക്കെ പറയുന്നു. പ്രകടന പത്രികയിൽ CAA ഇല്ലെന്നും പറഞ്ഞിട്ട് ഞങ്ങള് പൗരത്വ ഭേദഗതിക്ക് അനുകൂലമല്ല. അത് ഉൾപ്പെടുത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല. വേണ്ട അതുകൊണ്ട് മാത്രം അതിനകത്ത് മാത്രം അത് വേണ്ട, അത് പറയണ്ട. ഇത് പൗരത്വ ഭേദഗതി എന്ന ഇതിനകത്ത് പ്രകടന പത്രികയിൽ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. കൊടി വേണ്ട. ഞങ്ങൾ കൊടി ഇല്ലെങ്കിലും ഞങ്ങൾ പ്രസ്ഥാനത്തിന്റെ ചങ്കാണ് അതിന്റെ കൊടി. ഒരു പ്രസ്ഥാനം 140 കൊല്ലത്തെ ചരിത്രമുണ്ട് കോൺഗ്രസിന്. 140 കൊല്ലത്തെ ചരിത്രമുള്ള കോൺഗ്രസിന്റെ പതാക, ആ പതാക വേണ്ടെന്ന് പറയാൻ BJP പറയുന്നത്. CPM കൊടി ഇല്ലല്ലോ. അരുണേ ഒരു കൊടിക്കയിലല്ലേ രാഹുൽ ഗാന്ധി, അതായത് ഇന്ത്യ മുന്നണി ഇന്ത്യയിൽ വരണം എന്ന് മാത്രമേ ഞങ്ങൾ, അത് നരേന്ദ്രമോദി അതും ചുവന്ന ബലൂൺ, അത് ഞങ്ങളുടെ ഇഷ്ടം. അത് ഞങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ ബലൂൺ പകർത്തും, ഞങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ മുഖപുറം വെക്കും. ഇതൊക്കെ നിങ്ങൾ ആരാ ചോദിക്കാൻ അല്ലേ? മാത്രമല്ല ദേശീയ പതാക സംരക്ഷിക്കാൻ പോകുമ്പോ സ്വന്തം പതാക അപ്രസക്തമാണ്. അതന്നെ, കേരളം വിട്ട് ഞങ്ങളുടെ കൂടെയാണ് നിങ്ങളുടെ പാർട്ടി. അല്ല അതുകൊണ്ട് എന്താ ചേട്ടാ ഒരു നിമിഷം. ഒരു മിനിറ്റ് രാജ്യങ്ങളിലുണ്ട് കമ്മ്യൂണിസ്റ്റ്. 117 രാജ്യങ്ങളിൽ ചെങ്കോടിയുണ്ട്. 117 രാജ്യങ്ങളിൽ ചെങ്കോടിയുണ്ട്. ഒരു മിനിറ്റ് ഞാൻ കോൺഗ്രസിന്റെ പ്രതിനിധിയോടാണ് ചോദിക്കുന്നത്. നമ്മളെ രാഹുൽ ഗാന്ധിനെ അയോഗ്യനാക്കിയതിനു ശേഷം മറ്റേ മോദി വിഷയത്തിൽ രാഹുൽ ഗാന്ധിനെ അയോഗ്യനാക്കി. ഒരു മിനിറ്റ് കേൾക്കൂ. രാഹുൽ ഗാന്ധിനെ അയോഗ്യനാക്കി. അപ്പൊ രാഹുൽ ഗാന്ധി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു MP-മാരും അവരുടെ ദേശത്തേക്ക് പോകുന്നത് എല്ലാവരും ഡൽഹിയിൽ വേണമെന്ന് പറഞ്ഞു. ഈ പറഞ്ഞ ഹൈബീഡിന് ആദ്യം എറണാകുളത്തെത്തി. ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ എങ്ങനെയെങ്കിലും പാർലമെന്റിലേക്ക് വിടും? ഇന്ത്യ അപകടാവസ്ഥയിൽ നിൽക്കുമ്പോ ഈ MP-മാര് അവരുടെ നേതാവിനെ രക്ഷിക്കാൻ തന്നെ അവിടെ ഇല്ല. എല്ലാവരും നാട്ടിലാണല്ലോ. ഇത്രയും ബാലിശമായിട്ടുള്ള ആർഗ്യുമെന്റ് ഞാൻ ആദ്യമായിട്ട്. ഒരു പാർലമെന്റേറിയനെ നേരത്തെ ഫിക്സ് ചെയ്തിട്ടുള്ള ഷെഡ്യൂൾസ് ഉണ്ട്. അത് പ്രകാരം ഓൾറെഡി. പക്ഷേ ദേശീയ രാഷ്ട്രീയ വിഷയത്തെക്കാൾ പ്രധാനപ്പെട്ടതാണോ മണ്ഡലത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം? ഞാൻ പറഞ്ഞല്ലോ, പ്രധാനപ്പെട്ട വിഷയത്തില് അദ്ദേഹം വ്യക്തിപരമായ നിലപാടുകൾ ഇവിടെ പ്രൂവ് ചെയ്ത വ്യക്തിയാണല്ലോ. മണിപ്പൂരിൽ സന്ദർശിച്ചു, അത് താങ്കൾ കണ്ടില്ലേ?
വീട് മട്ടാഞ്ചേരി. എന്റെ വീട് മട്ടാഞ്ചേരിയാണ്. ഈ ഐബിയുടെ ഈ പശ്ചിമ ഉച്ചയ്ക്ക് വേണ്ടി ടൂറിസം മേഖലയാണ് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി. എന്ത് വികസനമാണ് ഐബിയുടെ അവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്? ഒന്ന് കോൺഗ്രസിന്റെ പ്രതിനിധി വ്യക്തമാക്കി പറയാൻ പറ്റും? അതിലേക്ക് വരാം. മണ്ഡലത്തിൽ ഓരോ വിഷയങ്ങൾ വരുന്നതിന് മുമ്പ് ദേശീയ രാഷ്ട്രീയത്തിൽ ആര് പോകുന്നതാണ് ഭംഗി? ഹലോ, അരുണോട് സംസാരിക്കാനുള്ളത്. അതായത് നിങ്ങൾ പറഞ്ഞില്ലേ കൊടിനെ കുറിച്ച് ചോദിച്ചല്ലോ. കൊടി നിങ്ങൾക്ക് എവിടെയാണ് ഉള്ളത്? കേരളം കഴിഞ്ഞാൽ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോകണം കൊടി കാണാൻ, ചോപ്പ് കൊടി കാണാൻ. അല്ലാതെ കിട്ടൂല നിങ്ങൾക്ക്. പഴയ ആർഗ്യുമെന്റ് ആയിട്ടാ കുറെ നാളെ കേട്ടതാണ്. ഇന്ത്യയിലെ ലോകത്ത് ഒരു മിനിറ്റ് നിങ്ങളുടെ ദേശീയ കൗൺസിൽ അംഗവും സെൻട്രൽ കമ്മിറ്റി അംഗവും മുൻ മന്ത്രി AK ബാലൻ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു ചിഹ്നം കിട്ടിയില്ലെങ്കിൽ മരപ്പട്ടി ചീങ്കണ്ടി. എന്താണ് അഭിപ്രായം? ചിഹ്നം കിട്ടാൻ വേണ്ടിയാണോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതാണ് ചോദ്യം. എനിക്ക് ചോദ്യം BJP-യോടാ. BJP-യുടെ മോദി ഗ്യാരണ്ടി പറഞ്ഞുകൊണ്ട് നടക്കുകയാണല്ലോ. BJP ഇനി വന്നാൽ ശബരിമലക്കകത്ത് ഒരു പെലേനെയോ ഒരു ഈഴവനെയോ ശാന്തിയാക്കി വെക്കാനുള്ള ഗ്യാരണ്ടി ഉണ്ടോ? പിന്നെ അരുൺ പറഞ്ഞത് നുണയാണ്. അരുൺ പറഞ്ഞ നുണയാണ്. ഞാൻ തൃപ്പൂണിത്തുറക്കാരനാ. ഈ മറ്റേ ആ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ചോർച്ചയില്ല. ഇപ്പൊ ഒന്ന് ചോർച്ച കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. ചോർച്ചയില്ല. അവിടെ നുണയാണ് പറഞ്ഞത്. ഇനി ഞാൻ പറഞ്ഞ ഒറ്റ ചോദ്യം, ഹൈബീഡിന്റെ ഭൂരിപക്ഷം കുറയോ ഇല്ലയോ? ഹൈബീഡിന്റെ മറുപടി വരാം. ഒരു നിമിഷം കൂടി. ആര് ഹൈബീഡിനോ? അവിടെ എണ്ണണം. 5 തവണ കിട്ടിയ വോട്ട് എണ്ണേണ്ടി വരും. 5 തവണ എണ്ണി നോക്കിയാൽ കിട്ടും. ഒരു പ്രതികരണം കൂടി പറഞ്ഞോ. ശ്രീ അരുൺ, എനിക്ക് ശ്രീ ഹെൻറി ഓസ്റ്റിനും ശ്രീ സജിയും ഒത്തുചേർന്നതിൽ വളരെ സന്തോഷമുണ്ട് റെയിൽവേയുടെ വിഷയത്തിൽ. ചില 2 കാര്യമാണ്. ഒന്ന്, ആർക്കു വേണ്ടിയാണ് ഒത്തുചേരുന്നവര്? ഇത് മുതലാളിയായിട്ടുള്ള അദാനി അംബാനിയും സഹായിക്കാൻ വേണ്ടി റെയിൽവേ വികസനം നടത്തുന്നു. റെയിൽവേയുടെ ബഡ്ജറ്റ് തന്നെ എടുത്തു കളഞ്ഞിരിക്കുകയാണ്. അതിനുശേഷമാണ് അവിടെ പരിശോധനയ്ക്കായി ആൾക്കാർ വന്നത്. അവിടുത്തെ തൊഴിലാളികള് ഇടതുപക്ഷത്തിന്റെയും CITUവിന്റെയും DRUവിന്റെയും തൊഴിലാളികളെ ശക്തമായി തടഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് റെയിൽവേ തന്നെ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചത്. 2, ഒരു കർഷകൻ യഥാർത്ഥത്തിൽ അവന്റെ വൃക്ഷം നട്ടു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ബലം പ്രതീക്ഷിക്കുമല്ലോ. നമ്മുടെ കഴിഞ്ഞ നമ്മുടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പില് 18ഓളം MP-മാരെ 19ഓളം MP-മാരെ ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലേക്ക് അയക്കുകയുണ്ടായി. സാധാരണഗതിയിൽ ഒരു കർഷകൻ പ്രതീക്ഷിക്കുന്നത് അവന്റെ വിളവ് കിട്ടുമ്പോഴാണ് അവൻ ആദായം ഉണ്ടാവുന്നത്. അതെല്ലാം അവന് പിടിച്ചു നിൽക്കാൻ പറ്റും. എന്നാൽ ചില മാവേലും പ്ലാവേലും ഒക്കെ ഇത്തിൽ കണ്ണികൾ പിടിക്കും. അതിന്റെ കൂട്ടത്തിൽ ചെറിയ നീളത്തിൽ മരവാഴ പിടിക്കും. ഈ 19ഓളം മരവാഴകളെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് അയച്ചിട്ട് അവിടെ വർഗീയമായിട്ട് CAA പോലുള്ള വിഷയങ്ങളിൽ ആധികാരികമായി ഒന്ന് പറയാൻ പോലും തയ്യാറില്ലാതെ അല്ലാത്തവരൊക്കെ മൂത്രമൊഴിക്കാൻ എണീറ്റ് പോയിട്ട് ഇന്ത്യയിലെ വർഗീയ വിഷം കലർത്തുന്ന കോൺഗ്രസും ഭാരതീയ ജനതാ പാർട്ടിയും ഈ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിന്റെ എറണാകുളം പട്ടണത്തിൽ നിന്ന് കോൺഗ്രസ്സുകാരനായിട്ട് ഇവിടെ നിന്ന് ഡൽഹിക്ക് പോയാൽ ഉച്ചയ്ക്ക് കണ്ടാങ്ഗ്രസ് ആകുകയും വൈകുന്നേരം ഭാരതീയ ജനതാ പാർട്ടിയും ആകുകയാണ്. മറുപടി ഓസ്റ്റിൻ പറഞ്ഞോളൂ. അതായത് ഇവിടുത്തെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചു പോയാൽ നാളെ കോൺഗ്രസിൽ ഉണ്ടാകുമെന്ന് എന്തുറപ്പെന്നുള്ളതാണ് ഒരു ചോദ്യം. 2, കേരള സംസ്ഥാനത്തിന് വേണ്ടി ഈ 19 MP-മാർ എന്ത് ചെയ്തു എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. ഇവിടെ ഒരു ഇലക്ഷൻ സംഭവത്തിൽ ഒന്ന് നല്ല ഭംഗിയായിട്ട് പ്രസംഗിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. ഇവിടെയുള്ള കൃത്യമായ കാര്യം 5 തവണ പാർലമെന്റിൽ MP-മാർ കൂട്ടത്തോടെ സസ്പെൻഡ് ആയിട്ടുണ്ട്. കോൺഗ്രസ് MP-മാരാണ് സസ്പെൻഡ് ആയിരിക്കുന്നത്. അതിൽ എന്തൊക്കെ വിഷയത്തിലാ? മഹാരാഷ്ട്രയിലെ ജനവിധി അട്ടിമറിക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്കും പ്രതിഷേധിച്ചപ്പോ വിഷയം, CAA വിഷയത്തില്, അതുപോലെ ഡൽഹിയിലെ വടക്കുകിഴക്ക് നടന്ന റൈറ്റ്സിനെതിരെ പ്രതിഷേധിക്കാൻ അതിന് അനുമതി നൽകായിരുന്നതിന്, വിലക്കയറ്റത്തിനെതിരെ, ഈ വിഷയങ്ങൾ 5 വിഷയങ്ങളില് സസ്പെൻഷൻ വാങ്ങിച്ചത് കോൺഗ്രസ് MP-മാരാ. അപ്പൊ പിന്നെ പാർലമെന്റിൽ പിന്നെ അവർ വാഴ വെക്കാൻ പോയതാണോ? സസ്പെൻഷൻ വെറുതെ കൊടുക്കും. പ്രധാനപ്പെട്ട ചോദ്യമാണ് അരുൺകുമാർ. നോക്കൂ, 5 തവണ സസ്പെൻഷൻ അടിച്ചു വാങ്ങിച്ചു 19. രാഹുൽ ഗാന്ധി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവല്ലേ? വ്യക്തിപരമായി ഞങ്ങളെല്ലാം അദ്ദേഹത്തെ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തെ അയോഗ്യനാക്കിയപ്പോ സോണിയാഗാന്ധി പറഞ്ഞു ഒറ്റ കോൺഗ്രസ് MP-മാർ ഡൽഹി വിട്ട് പോകരുത്, അതിശക്തമായിട്ടുള്ള പ്രതിഷേധം നടത്തണമെന്ന് പറഞ്ഞു. ഇന്ത്യ മുന്നണിയിലെ മുഴുവൻ ആളുകളും പ്രതിഷേധത്തിന്റെ ഭാഗമായി അണിനിരുന്നു. ഹൈബീഡനടക്കം കേരളത്തിലെ 18 MP-മാരും വിമാനം പിടിച്ച് നേരെ കൊച്ചിയിലെത്തി. എന്നിട്ട് ഞങ്ങൾ എന്ത് സമരം? ഒറ്റ കാര്യം മുത്തലാഖ് പരിഷ്കരണ നിയമത്തിന്റെ ചർച്ച നടന്നപ്പോഴേ ബിരിയാണി കഴിക്കാൻ പോയി. MP-മാർ ബിരിയാണി കഴിക്കാൻ പോയി. ഇവിടെ ഒരാളും ഉണ്ടായില്ല. ബിൽക്കീസ് ബാനുവിന്റെ ആ
കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവൻ ആളുകളെയും ജയിൽ മോചനാക്കിയപ്പോ ഞങ്ങളുടെ PB മെമ്പർ വേണ്ടി വന്നു സുപ്രീം കോടതി പോയി നിയമ പോരാട്ടം നടത്താൻ. ഏറ്റവും അവസാനം ഇലക്ട്രൽ ബോണ്ട് കോടിക്കണക്കിന് രൂപയുടെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതി. 10,000 കോടി ഇവിടെ, 2,000 കോടി ഇവിടെ, അല്ല തിരിച്ചുപോയി 1,000 കോടി ഇവിടെ, 2,000 കോടി ഇവിടെ. 1 രൂപ പോലും ഇലക്ട്രൽ ബോണ്ട് വേണ്ടെന്ന് പറഞ്ഞ് നിയമ പോരാട്ടം നടത്തിയത് ഞങ്ങളാ. ഇന്ത്യ ചർച്ച ചെയ്യുന്ന ഏറ്റവും ഗൗരവമായ വിഷയം ഇലക്ട്രൽ ബോണ്ട് അഴിമതിയുടെ കൂത്തരങ്ങായി ഇരിക്കുക. CPM-ന്റെ ഇപ്പോ സഹകരണ സംഘങ്ങളെ 11 അക്കൗണ്ട് എന്തിനാ മരവിപ്പിച്ചത്? അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള ഇഡിക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ഒരു കാര്യം കൂടി ഉണ്ട്, അവർക്ക് ഇഡിയും വേണ്ട, അവർക്ക് ബക്കറ്റ് വരും മതി. ഇവിടെ കെ ഫോണിൽ വഴിയും ഇവിടെ എ ക്യാമറ വഴിയും കടൽ കരാർ വഴിയും സ്പ്രിംഗ്ലർ കരാർ വഴിയും ഒക്കെ ഉണ്ടാക്കുന്ന കോടികൾ എല്ലാം വെളുപ്പിക്കാനായിട്ട് സഹകരണ സംഘങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വേണ്ട, അഴിമതി ബോണ്ട് മതി എന്നാണോ? ഇലക്ട്രൽ ബോണ്ട് CPM ഇലക്ട്രൽ ബോണ്ട് വേണ്ടെന്നേ. പിന്നെ ഇലക്ട്രൽ ബോണ്ടിന്റെ ആവശ്യമില്ല, കാരണം നേരെ പോയി ബക്കറ്റ് വരും. ബക്കറ്റ് വരും ആരാണ്? സാധാരണക്കാരന്റെ വീർപ്പല്ലേ മനുഷ്യ. കണക്ക് കംപ്ലീറ്റ് അതിന്റെ കണക്കില്ലല്ലോ. എത്ര കോടി വേണമെങ്കിലും ചെയ്താലോ ബക്കറ്റ് വരും. ആ ബക്കറ്റ് വരുന്ന കണക്ക് അഴിമതി പണം, CPM-ന്റെ അഴിമതി പണത്തിന്റെ അക്കൗണ്ടുകളാണ് ഇപ്പൊ ഇഡി ഫ്രീസ് ചെയ്തിരിക്കുന്നത്. രാഷ്ട്രീയ ധാർമ്മികത കൂടി ചർച്ച ചെയ്താൽ എറണാകുളം മണ്ഡലത്തിൽ ആര് വീർക്കുമെന്നതാണ് ചോദ്യം. ഇടവേളയ്ക്ക് ശേഷം വോട്ടർമാർ കൂടുതൽ പ്രതികരണവുമായി എത്തും. ഷോർട്ട് റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും മറൈൻ ഡ്രൈവ് വഞ്ചി സ്ക്വയറിൽ നിന്നുമാണ് പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. 14 തവണയും ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പം നിന്ന മണ്ഡലമാണ്. ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കി നോക്കിയാൽ ഇക്കുറി ഇടതു മുന്നണി തിരിച്ചുപിടിക്കുമോ എന്നതാണ് ചോദ്യം. ഉണ്ടെങ്കിൽ എന്താണ് സാധ്യത? ഒപ്പം NDയുടെ സ്ഥാനാർത്ഥി ആര് പോകണം മണ്ഡലത്തിൽ നിന്ന്? ആര് പോണതല്ല സർ, കേരളം വിട്ടാ രണ്ടും ഒന്നായി. ഇന്ത്യ മുന്നണിയായി. പിന്നെ ഇവിടെ രണ്ടുപേരും കൂടി ഇരുന്ന് യുദ്ധം വിട്ടുന്നു. എനിക്ക് CPM-ലെ ശ്രീ അരുണിനോട് ചോദിക്കാനുള്ളത്, സാറിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ആരെ പ്രൊജക്ട് ചെയ്യുന്നു? ആരാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ആരെ പ്രൊജക്ട് ചെയ്യുന്നു? 18 സീറ്റിൽ നിങ്ങൾ മത്സരിക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഉണ്ടാക്കാൻ കഴിയുക? അല്ല, ആരെ പ്രൊജക്ട് ചെയ്യുന്നു? ഇവിടെ മാത്രം രണ്ടുപേരും കൂടി ഇരുന്ന് യുദ്ധം വിട്ടുന്നു. ഇത് ഞങ്ങളെ കഴുതയാക്കണം. കേന്ദ്രത്തിൽ രണ്ടും കൂടി ഒന്ന്. അപ്പൊ ഞങ്ങൾ എന്ത് വിശ്വസിക്കണം? അപ്പൊ ഈ മണ്ഡലത്തിൽ നിന്ന് ആര് ജയിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? NDA. ആരുള്ളാനും മറുപടി. അതെ, ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടുമ്പോ ഞങ്ങൾ കൂടിയിരുന്ന് ആര് ഇന്ത്യയെ നയിക്കണം പ്രധാനമന്ത്രി എന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഇപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്ന ഒന്ന് വിലക്കയറ്റം. ഇവിടുത്തെ വോട്ടർമാരിൽ 27% ആളുകളും വിലക്കയറ്റത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, തൊഴിലില്ലായ്മയെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, വികസന വിരോധത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, അഴിമതിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഏറ്റവും ഗൗരവമായി 71% വോട്ടർമാർ ചർച്ച ചെയ്യുന്നത് ഈ രാജ്യത്തിന്റെ നീറുന്ന പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിച്ച് ഫ്രീ ആൻഡ് ഫെയർ എല്ലാ സാധനങ്ങൾക്കും ഇവിടെ വില കൂടുതലാ. നിങ്ങൾ 5 വർഷമായിട്ട് നിങ്ങൾ വില കയറ്റാലെന്നും പറഞ്ഞ് നിങ്ങൾ ഭരിക്കാൻ കയറിയിട്ട് ഒരു സാധനത്തിന് പോലും വില കുറഞ്ഞിട്ടില്ലല്ലോ. പരിശോധിച്ചാൽ കേരളമാണ് ഏറ്റവും വിലക്കയറ്റം കുറവുള്ളത്. വിലക്കയറ്റം ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ്. കൃത്യമായി പരിശോധിക്കുക. സ്മാർട്ട് ഉണ്ടാക്കിയിട്ട് അതുപോലെ നേരെ കൊണ്ടുകൊടുക്കാൻ കഴിയാത്ത ആളുകളല്ലേ നിങ്ങൾ? ആദ്യം നിങ്ങൾ കൊച്ചി കോർപ്പറേഷനിൽ പോയിട്ട് ആ സ്മാർട്ട് ഒന്ന് നേരെയാക്കി താ. ചേട്ടാ, ഒറ്റ മിനിറ്റ്. കഴിഞ്ഞ 7 വർഷമായി ഇവർ കുറെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഏറ്റവും ആദ്യം ലാവനിയിൽ തുടങ്ങി സ്വർണ്ണക്കള്ളക്കടത്ത്, ബിരിയാണി കടത്ത്, അതുപോലെ ഈന്തപ്പഴത്തിന്റെ കുരു, അതുപോലെ ഖുറാന്റെ ഉള്ളിൽ സ്വർണം. അതിനുശേഷം നേരെ വന്ന SFI അന്വേഷണം, കരിവണ്ണൂര്, അതുപോലെ ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യല്, ED, CBI, NIA, കസ്റ്റംസ്. എത്ര അന്വേഷണം ആരംഭിച്ചിട്ടും ഒരെണ്ണത്തിൽ പോലും ഒരു ചെറിയ തെളിവിന്റെ കണിക പോലും കണ്ടെത്താൻ ഇടതുപക്ഷത്തിനെതിരെ നിങ്ങൾക്ക് സാധിക്കാത്തത് കൊണ്ട് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ കാണുന്നത് ഹൈക്കോടതിയാ. ആ ഹൈക്കോടതി പോയി KPCC-യുടെ പ്രസിഡന്റും അതുപോലെ പ്രതിപക്ഷ നേതാവും നിരവധി ഹർജി കൊടുത്തു. ഹൈക്കോടതി എന്താ പറഞ്ഞെന്നറിയോ? രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറഞ്ഞാൽ അത് ഭരണപക്ഷത്ത് മാത്രം പോരാ, പ്രതിപക്ഷത്തിന് വേണം. നിങ്ങൾക്കും ധാർമ്മികതയുണ്ടെന്ന് ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ പറഞ്ഞു. ഒരു അഫിഡവിറ്റ് കൊടുത്തില്ല, ആ വഴി ചാടിപ്പോയി. എത്ര കേസ് കൊടുത്തു? ഒരു കേസിൽ എന്തെങ്കിലും കിട്ടിയോ? ട്രേഡ്മാർക്ക് ആക്കിയ പാർട്ടിയാണ് CPM പിണറായി വിജയനും. 57,000 കോടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാണ്ടെന്ന് പറഞ്ഞ് സുപ്രീം കോടതി ഫയൽ ചെയ്തപ്പോൾ അവിടെ ആ കണക്കില്ലല്ലോ. 14,000 കോടിയായിട്ട് മാറി. അല്ല, അവിടെ കണക്കില്ല. 57,000 കോടിയുടെ കണക്കില്ല. പിന്നെ ഇവര് വിലക്കയറ്റത്തിനെ പറ്റി പറയുന്നു. ഇവിടെ എന്ത് കാര്യത്തിന് വില കുറവുള്ളത്? അല്ല, പൊതുവെ വിലക്കയറ്റത്തിൽ മറ്റു അരുവിന്റെ വാദം ഇതാണ്. വിലക്കയറ്റം എടുത്തു നോക്കിയാൽ ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് വിലവർദ്ധനവുള്ളത് കേരളത്തിലാണോ അല്ലയോ? ഇവിടെ ഇരിക്കുന്ന ഒരാളത് പറയില്ല, ആരും പറയില്ല. അത് വസ്തുതയാണ്. ഏതെങ്കിലും ഒരാള് രാജ്യത്തിന്റെ കണക്ക് നോക്കെ, രാജ്യത്തിന്റെ കണക്ക്. അരുൺ ഒന്ന് പറഞ്ഞോട്ടെ, 300% വെള്ളക്കരം കൂട്ടിയിരിക്കുന്നത്.
ഇലക്ട്രിസിറ്റിയുടെ കൂട്ടിയിട്ടുണ്ട്. ശരാശരി 250-300 ഓരോ കുടുംബത്തിനും അധികവർധന വരുന്നുണ്ട്. ഇവിടെ പെട്രോളിന് നാട് മുഴുവൻ പെട്രോളിന് വില കൂടുതലാണ് 2 രൂപ സെസ് അധികം. പിന്നെ നിങ്ങൾക്ക് NDA സ്ഥാനാർത്ഥി ഒരു നിമിഷവും NDA സ്ഥാനാർത്ഥി എറണാകുളം മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസവുമായിട്ട് നിങ്ങൾ ചെല്ലുമ്പോൾ വോട്ടർമാർ ചോദിക്കൂലേ, നിങ്ങൾ പറഞ്ഞ 50 രൂപയുടെ പെട്രോൾ എവിടെ, നിങ്ങൾ വില കുറച്ച് തരാമെന്ന് പറഞ്ഞ ഗ്യാസ് എവിടെ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവില്ല. 2 കോടി തൊഴിൽ എവിടെ? എന്ത് മറുപടി പറയും? അരുണേ കഴിഞ്ഞ 2014 വെറുതെ അല്ല, 2014 ഇവര് രണ്ടുപേരും അല്ലെ പുറത്തു നിന്നോ ഒരു സർക്കാരിന് വളരെ നേരിയ ഭൂരിപക്ഷത്തിൽ നിന്ന സർക്കാർ അതിനെ വളരെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ മാൻഡേറ്റ് മേടിച്ച് വെച്ച മാനിഫെസ്റ്റോ മേടിച്ച് 2014 അധികാരത്തിൽ വന്നു. അത് നടപ്പിലാക്കിയ ശേഷം രണ്ടാമത് അധികാരത്തിൽ വന്നു. ഇത്തവണ നടപ്പിലാക്കിയ കാര്യങ്ങള് ജനങ്ങളുടെ മുമ്പിലേക്ക് വെച്ചിട്ടാണ് BJP. അതാണ് ചോദ്യം. വിലക്കയറ്റം കുറച്ചോ? കാര്യം ഞാൻ പറയട്ടെ. ഞങ്ങളെ ഡോക്ടർ KS രാധാകൃഷ്ണൻ സാറിനെ വെക്കുമ്പോൾ നമ്മൾ മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് എന്താണെന്ന് അറിയാമോ? ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് കുടിവെള്ളം, ഗതാഗതം മുഴുവൻ ആളുകൾക്കുള്ള. KS രാധാകൃഷ്ണൻ നിങ്ങൾ വിലക്കെടുത്തതാണ് അദ്ദേഹത്തിന്. ഈ പലരെയും കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് അയാൾ PSC മെമ്പർ ആയിരുന്നു, പിന്നെ സംസ്കൃത യൂണിവേഴ്സിറ്റി ചെയർമാൻ ആയിരുന്നു. നിങ്ങൾ വിലക്കെടുത്താണ്, നിങ്ങൾ സ്ഥാനാർത്ഥിയല്ല. പക്ഷേ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെ കോൺഗ്രസിൽ ആരെങ്കിലും നിൽക്കുവോ? കോൺഗ്രസ് മുങ്ങിപ്പോയി, കോൺഗ്രസ് ഇല്ല, കോൺഗ്രസ് തകർന്നു. നിങ്ങൾ BJPയിലേക്ക് വരോ, നിങ്ങൾക്ക് ഇനി രക്ഷയില്ല. നട്ടലുള്ള നിലപാടുള്ള ജനാധിപത്യ വിശ്വാസം മതേതര ബോധമുള്ള ഒരു കോൺഗ്രസ്സുകാരനും പോയിട്ടില്ല. അധികാരമോഹികൾ മുഖ്യമന്ത്രിമാരാ പോയെ. SM കൃഷ്ണ, ജഗദാംബിക പാൽ, ബഹുഗുണ, അമർ നേരിടുന്നവരും രാഷ്ട്രീയപരമായിട്ടുള്ള ഭീഷണി നേരിടുന്നവരും പോയിട്ടുണ്ട്. പക്ഷേ അരുൺ, കേരളം വിട്ട പിന്നെ ത്രിപുരയിലാണ് 2 MLA-മാർ ഉണ്ടായിരുന്നത്. BJP പോയി. വേറെ സംസ്ഥാനങ്ങളിൽ ഇല്ല. അത് ഞങ്ങളുടെ കുഴപ്പമില്ലല്ലോ. 4 കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ ഇപ്പൊ 4 പേർ BJPയുടെ മുഖ്യമന്ത്രിമാരാണ്. അതായത് കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ അതേപോലെ BJP മുഖ്യമന്ത്രിയായിരിക്കുന്നു. ആസാമിൽ ത്രിപുരയിലെ CPM ഓഫീസ് BJP ഓഫീസാണ്. BJP തട്ടിയെടുത്തു, അക്രമം സംഘടിപ്പിച്ചു. പക്ഷെ അരുണാചൽ പ്രദേശിലും ത്രിപുരയിലും BJPയുടെ ഭരണമാണ്. ഒരു മിനിറ്റ്, ആളുകൾ മാറും, BJPയിലേക്ക് വരും. കേരളം വിട്ടു കഴിഞ്ഞാല് പാർട്ടിയില്ല, CPM ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കേരളം വിട്ടാൽ സീറ്റ് തന്നെ ഇല്ലാത്ത ഒരാളുണ്ട് നമുക്ക് ദേശീയ അധ്യക്ഷനായിട്ട്, രാഹുൽ ഗാന്ധി. കേരളം വിട്ടാൽ മുപ്പഴിക്ക് സീറ്റ് തന്നെ ഇല്ല. മുപ്പഴി ജയിക്കണമെങ്കിൽ കേരളത്തിൽ തന്നെ വരണം, അല്ലാണ്ട് വേറൊരു രക്ഷയില്ലാത്ത അവസ്ഥയിലെത്തിയിട്ടുണ്ട്. എന്താ നിലപാട്? BJP പ്രതിനിധിയോടാണ് ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഒരു മിനിറ്റ് ചോദിച്ചോ. മണിപ്പൂർ എന്ത് റോഡ് ഷോ നിങ്ങളുടെ, എന്ത് ഗ്യാരണ്ടിയാണ് മണിപ്പൂരിന്? എന്ത് ഗ്യാരണ്ടി? മോഡിക്കത് പോകാൻ പറ്റണില്ല. മണിപ്പൂരിന്റെ കാര്യം മണിപ്പൂരിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളല്ലേ അവിടെ അത്രയും നാൾ മറുപടി പറയാനാണ്. അദ്ദേഹം മണിപ്പൂർ ബിഷപ്പിന്റെ കാര്യം പറയുന്നുണ്ട്. സജി പറഞ്ഞിട്ട് എറണാകുളത്തെ കാര്യം പറയൂ. സജി പ്രശ്നമല്ല, ദേശീയ വിഷയം. നിങ്ങൾ ത്രിപുരയിലെ കാര്യം പറയുമ്പോൾ മണിപ്പൂരിലെ കാര്യം അവർ ചോദിക്കുന്നു. മണിപ്പൂരിൽ റോഡ് ഷോ നടത്താൻ പ്രധാനമന്ത്രിക്ക് ധൈര്യമുണ്ടോ? മണിപ്പൂരല്ല, ഇന്ത്യയിലല്ല, പാകിസ്ഥാനിൽ പോയി നടത്തും. പാകിസ്ഥാനിലോ? പാകിസ്ഥാനിൽ പോയി റോഡ് ഷോ എവിടെ വേണമെങ്കിലും. ലോകത്ത് അംഗീകാരമുള്ള ഒരൊറ്റ പ്രധാനമന്ത്രിയേ ഉള്ളൂ, അത് നരേന്ദ്രമോദിയാണ്. എന്താ മണിപ്പൂർ ഒരു തവണ സന്ദർശിക്കാൻ, ഒരു തവണ സന്ദർശിക്കാൻ എന്താ? ഒരു തവണ മണിപ്പൂർ സന്ദർശിക്കാൻ എന്താ? മംഗല്യം കൂടാൻ ഗുരുവായൂർ വന്നല്ലോ 2 തവണ. മണിപ്പൂരിൽ പോകാൻ എന്താ? മംഗല്യം കൂടാൻ പ്രധാനമന്ത്രി വന്നു, മണിപ്പൂരിൽ പോയില്ല. എന്തുകൊണ്ട്? അങ്ങനെയല്ല. ഓരോ സ്ഥലത്തും നിശ്ചയിക്കപ്പെട്ട ആളുകളാണ് പോകുന്നത്. ഇന്ത്യയുടെ പരമാധികാരത്തിലുള്ള ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം പാർലമെന്റ് കമ്മിറ്റി. ചോദ്യം ഇത്രേ ഉള്ളൂ, മണിപ്പൂർ എറണാകുളം മണ്ഡലത്തിൽ ചർച്ചയായാൽ ഒരു ചർച്ചയല്ല, ഇവിടെ
കുടിവെള്ളമില്ല, ഇവിടെ കുടിവെള്ളമില്ല, മാലിന്യം മാറണം, ഇവിടെ ഗതാഗത കുരുക്ക്, ഇതൊക്കെ മണിപ്പൂർ മാലിന്യം തീർക്കണം, എനിക്ക് തീർക്കണം. ന്യൂനപക്ഷ വിഷയത്തിൽ രണ്ട് തവണ എനിക്ക് തീർത്തേ പറ്റൂ. ഒരു മിനിറ്റ് പറഞ്ഞു പിടങ്ങി പോലെ ഇവിടെ മാലിന്യത്തിന്റെ ഈ തൃശ്ശൂര്, ഈ എറണാകുളം സിറ്റിയില് ബ്രഹ്മപുരത്ത് വന്നപ്പോഴ് ഇവിടുത്തെ ആളുകളെല്ലാം തീകത്തി മൂക്കുപൊത്തിയപ്പോഴ് അതിനെതിരെ കള്ളക്കച്ചവടം നടത്തി ഇവിടുത്തെ KPCCന്റെ ആള്, CPM-ന്റെ ആള്, ഇവർ രണ്ടുപേരും കൂടെ കൊച്ചിയെ കൊള്ളയടിച്ചിട്ട് പോയിട്ട് ഇവിടെ ആളുകൾ മറന്നിട്ടില്ല. ഇവിടുത്തെ മണിപ്പൂരല്ല മാലിന്യമാണ് ചർച്ച ചെയ്യുക. കൊച്ചി കൗൺസിലറാ ആ സമരത്തില് ഇവിടെ കോർപ്പറേഷൻ കൗൺസിലിലേക്ക് ഞങ്ങൾ ഗരാവ് ചെയ്ത് അവിടെ സമരം ചെയ്ത കൗൺസിലർമാർ 21 കൗൺസിലർമാർ 29 കൗൺസിലർമാരെ ഞാനടക്കം തലക്ക് അടികൊണ്ടതാ പോലീസിന്റെ. ആ സമരം ചെയ്തവരെ ഞങ്ങളെ പറ്റിയാണ് ഒരു KPCC അല്ല പറഞ്ഞത്, ഞങ്ങള് കൗൺസിലർമാരെ ശരി ഒരു കണ്ടിന്യൂഷൻ കൂടി ഉണ്ട്. മണിപ്പൂരിലെ ജനങ്ങളെ പ്രഹസനമാണ്. അഴിമതിയുടെ കഥ ഞാൻ പറയാം, കേന്ദ്ര അഴിമതിയുടെ കഥകൾ പറയാം, പറയാം. വലിയ അഴിമതികളുണ്ട്. അദ്ദേഹം മണിപ്പൂരിലെ ഒരു ബിഷപ്പിന്റെ കാര്യം പറഞ്ഞു. കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ, അതായത് ദേശീയ തലത്തിലുള്ള ബിഷപ്പ് കൗൺസിലാണ്. അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത് 2 ആഴ്ച മുമ്പ് ഒരു കത്ത് പ്രധാനമന്ത്രിക്ക് എഴുതിയിട്ടുണ്ട്. 2014 അദ്ദേഹം അധികാരത്തിലേറുമ്പോൾ 190 വയലൻസസ് ആണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കെതിരെ ഇന്ത്യയിൽ ഉണ്ടായതെങ്കിൽ ഇപ്പോ ഈ വർഷം മാത്രം 720 അക്രമങ്ങളാണ് ക്രിസ്ത്യൻ സഭകൾക്കെതിരെ ഉണ്ടായിട്ടുള്ളത്. ശരാശരി 2 ക്രിസ്ത്യാനികൾ ഓരോ ദിവസവും ആക്രമിക്കപ്പെടുന്നുണ്ട്. മണിപ്പൂരിൽ അദ്ദേഹം എഴുതിയ കത്തിന്റെ കോപ്പി തരാം. രണ്ടാമത് മണിപ്പൂരുള്ള ഒച്ചയെടുത്തിട്ടൊന്നും കാര്യമില്ല സജി. ഇവിടെയുള്ള ഒച്ചയെടുത്തിട്ടൊന്നും കാര്യം. ഇന്ത്യയിലുള്ള ന്യൂനപക്ഷങ്ങള് വലിയ രീതിയിലാണ്. ഈ ഭരണഘടന തന്നെ മതേതരത്വം സെക്യുലറിസം അടിയുറച്ച് ചെയ്തിട്ടുള്ള ആ മതേതരത്വ സങ്കല്പത്തെ ഏറ്റവും മങ്ങലേൽപ്പിച്ചിട്ട് ഭരണമാണ് കഴിഞ്ഞ 10 വർഷം നടന്നിട്ടുള്ളത്. ഒരു സംശയ കാര്യത്തിലില്ല. മണിപ്പൂര് നമ്മുടെ എല്ലാം വേദനയാണ്. മുൻ BJP-യുടെ മുഖ്യമന്ത്രി അടക്കം 12 രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാർ ഡൽഹിയിൽ വന്ന് താമസിച്ച് പ്രധാനമന്ത്രിയെ ഒന്ന് കാണണം, ഞങ്ങൾ അനുഭവിക്കുന്ന വേദന ഒന്ന് പങ്കുവെക്കണമെന്ന് ആവശ്യപ്പെട്ട് 14 ദിവസം ഡൽഹിയിൽ താമസിച്ചു. പ്രധാനമന്ത്രി മുഖം കൊടുത്തില്ല. അവരുടെ മുന്നിലൂടെ വിമാനത്തിലൂടെ USA-യിൽ പോയി, ജപ്പാനിൽ പോയി, ഫ്രാൻസിൽ പോയി. ഈ കർണാടകത്തിൽ വന്ന് 15 ദിവസം തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി. ഇതുവരെ ഈ മണിപ്പൂരിലേക്ക് പ്രധാനമന്ത്രി പോയില്ല. ആകെ 27 സെക്കൻഡ് മാത്രമാണ് അദ്ദേഹം മണിപ്പൂരിനെ കുറിച്ച് പറഞ്ഞത്. എന്താണ് പറഞ്ഞതെന്നറിയോ? 2 പെൺകുട്ടികളെ ക്രൂരമായി നഗ്നരാക്കി നടക്കിയ ആ ദൃശ്യം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചപ്പോ അത് ലോകത്തിന് മുന്നിൽ ഇന്ത്യക്ക് പേരുദോഷമുണ്ടായി, മാനക്കേടുണ്ടായി എന്നത് മാത്രം പറഞ്ഞു. ഇതുവരെ മണിപ്പൂരിലെ കലാപം അടിച്ചമർത്താൻ പറഞ്ഞിട്ടില്ല. ഇന്ന് 2 പേർ മരിച്ചിട്ടുണ്ട് കുക്കി വിഭാഗത്തിൽപ്പെട്ട്. എന്തിയാ മണിപ്പൂർ എന്ന് കേൾക്കുമ്പോൾ ഇവർ മാലിന്യത്തിലേക്ക് പോണേ? മണിപ്പൂർ ഈ രാജ്യത്ത് ചർച്ചയാകും. കാരണം ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ഓരോ ദിവസം പെരുകുമ്പോൾ ഈ രാജ്യത്തെ മതരാജ്യമാക്കി മാറ്റാനുള്ള ശ്രമത്തിനെതിരെ ജനം വിധി എഴുതും. അതുകൊണ്ട് മിസ്റ്റർ ഡോക്ടർ അരുൺ, ഇന്ന് 165 പാർലമെന്റ് മണ്ഡലം, ഇവർ 350 കണക്കൂട്ടി. ഈ കേരളത്തിന്റെ ഇരട്ട സംഖ്യ കണക്ക് കൂട്ടിയിട്ടാണ് 350 400 കണക്കൂട്ടിയെ. അതിൽ 165 പേര് മണ്ഡലത്തിൽ ഇവർ തോക്കുമെന്ന് ഇവരുടെ സർവേ കണ്ടെത്തി. അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് പൂജയുമായിട്ട് ഇറങ്ങിയിരിക്കുക. ദയനീയമായി BJP ഒറ്റപ്പെടുമെന്നതിൽ യാതൊരു സംശയമില്ല. ഞാൻ പറയാം, ഈ തെരഞ്ഞെടുപ്പിലെ 2 കാഴ്ചപ്പാടുകളുണ്ട്. ഒന്ന് നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി, ശശി തരൂർ അടക്കം എല്ലാരും പറഞ്ഞിട്ടുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു രാഷ്ട്രീയ കേരളത്തിലെ ഒരു ഉപേക്ഷ കക്ഷിയൊക്കെ ഉള്ള നല്ലതാണ്. ഇപ്പൊ ഇവർക്ക് 1 സീറ്റ് ഉണ്ട്, 2. അപ്പൊ ഒന്നില് ഇനാബേച്ചിയാണോ മരപ്പെട്ടിയാണോ എന്നതിനെക്കാരില് ആ 1 സീറ്റെങ്കിലും ഒന്ന് നിർത്താനായിട്ട് അവർക്ക് കഴിയുന്നില്ല. അവിടെ മത്സരിക്കുന്നുമില്ല. ആ കോൺഗ്രസ് ഭരിക്കാൻ പോകുന്ന കോൺഗ്രസ് എത്ര സീറ്റിലുണ്ട്? അവർക്ക് അവര് മത്സരിക്കുന്നത് അവര് മത്സരിക്കുന്നത് പ്രതിപക്ഷ കക്ഷിയാവാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യയുടെ പ്രതിപക്ഷ കക്ഷി അല്ല, പ്രധാന രാജ്യം നിലനിർത്താനാ, ഭരണഘടന നിലനിർത്താനാ, മതേതരത്വം നിലനിർത്താനാ, ഫെഡറലിസം നിലനിർത്താനാ, അല്ലാതെ ജയിച്ച പ്രധാനമന്ത്രിയാവാനല്ല, ഈ രാജ്യം നിലനിർത്താൻ. നോക്കൂ സജി, നിങ്ങളുടെ ഒരു ആഭ്യന്തര സർവേ പ്രകാരം 165 സീറ്റുകളിൽ നിങ്ങൾ തോക്കുമെന്നും ഹരിയാനയിലും രാജസ്ഥാനിലും മാത്രം 11 സീറ്റുകൾ നഷ്ടപ്പെടുമെന്നും ഇന്നലെ RSS-ന്റേതായിട്ട് വന്ന ഒരു പത്രത്തിൽ റിപ്പോർട്ടുകളുണ്ട്. അതിന്റെ അർത്ഥം നിങ്ങൾ ഡിഫൻസിലാണ്. നിങ്ങൾ അതുകൊണ്ടാണ് 2000 എത്ര
400-ലധികം സീറ്റുകൾ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകൂ അപ്പോ അല്ല 400 സീറ്റ് കിട്ടണമെങ്കിൽ ബിജെപിക്ക് എന്തേ 370 എത്ര പ്രയം അതിന്റെ അർത്ഥം എന്താ? ഞങ്ങൾ അവിടെ കാശ്മീരിൽ 370 വകുപ്പ് എടുത്തു കളഞ്ഞു. അതുകൊണ്ട് 370 സീറ്റ്. ആ ന്യൂനപക്ഷത്തിനെതിരുള്ള നിലപാടിന് നിങ്ങൾ അംഗീകാരം നൽകണമെന്നാണ് 370 സീറ്റ്. 370 കൊച്ചി തെരഞ്ഞെടുപ്പിനോടനുബന്ധപ്പെട്ട് നടക്കുന്ന ഈ ടോക്ക് ഷോയിൽ ചർച്ച കാശ്മീർ വരെ എത്തി. എനിക്ക് നിങ്ങളോട് ചോദിക്കാനായിട്ടുള്ളത്, ഈ കൊച്ചി മാറി മാറി ഭരിച്ച മുന്നണികൾ ഇവിടെ എന്ത് വികസനമാണ് കൊണ്ടുവന്നത്? വെള്ളക്കെട്ട്, കൊതുക്, മാലിന്യം സംസ്കരിക്കാൻ അറിയാൻ പാടില്ലാതെ, അത് അറിയാൻ പാടില്ലാണ്ടെന്നല്ല, അത് വളരെ മോശമായിട്ട് കൈകാര്യം ചെയ്തതുകൊണ്ടാണ് കുറെ നാളുകൾ ഇവിടെ മനുഷ്യന് കിടക്കാനും ഇരിക്കാനും പറ്റാത്ത അവസ്ഥ വന്നത്. പല ആളുകൾ ഇവിടുന്ന് നാട് വിട്ടു പോകേണ്ട അവസ്ഥ വരെ വന്ന് എത്രയോ ആളുകളെ നിങ്ങൾ അസുഖത്തിലേക്കാക്കി. ഇതിനെല്ലാം നിങ്ങൾ ഉത്തരം പറയാതെ നിങ്ങൾ ഉരുണ്ട് കളിച്ച് ഇനി ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ നോർത്ത് സൗത്ത്, ഈ റെയിൽവേ സ്റ്റേഷൻ നരേന്ദ്രമോദി വന്നതിന് ശേഷമല്ലേ ഇത്രയും മനോഹരമാക്കാനായിട്ട് തുടങ്ങിയത്? പറയട്ടെ, ചോദിക്കട്ടെ, ഇവിടെ ഒരു എറണാകുളത്തിന്റെ ഹൃദയമായിട്ടുള്ള ബസ് സ്റ്റാൻഡ്, ആ ബസ് സ്റ്റാൻഡിൽ ഒരു ചാറ്റൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ മുട്ടോളം വെള്ളക്കെട്ടല്ലേ? ഈ ഇതിന്റെ എല്ലാം കൂടാതെ ഈ നാഷണൽ ഹൈവേ വരുന്നുണ്ട്, ഇവിടെ വികസനങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ ഇപ്പോഴും INDIA എന്ന മുന്നണിയുടെ മറയിൽ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവിനെതിരെ CPM-ന്റെ സമുന്നതനായിട്ടുള്ള നേതാവ് മത്സരിക്കുന്നു. ഒറ്റ കാര്യം ഞാൻ പറയട്ടെ, പത്രിക 2 തവണ വന്നല്ലോ, 2014, 2019. ആ പ്രകടന പത്രികയിൽ നടപ്പാക്കിയ ഏതെങ്കിലും ഒരു കാര്യം BJPക്ക് പറയാമോ? ഞങ്ങൾ നടപ്പാക്കി. തീർച്ചയായിട്ടും BJPയുടെ ആൾ പറഞ്ഞിരിക്കും. ഇന്ത്യയിലെ അടിസ്ഥാന വികസനത്തിന് വേണ്ടിയിട്ട്, ഇന്ത്യയിലെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇന്ത്യയിലെ കർഷകർക്ക് വേണ്ടിയിട്ട്, ഇന്ത്യയിലെ വ്യവസായത്തിന് വേണ്ടിയിട്ടുള്ള നരേന്ദ്രമോദിക്ക് ഇന്ത്യയിലെ കോടിക്കണക്കിന് ആളുകൾ വോട്ട് ചെയ്യും. ഒന്നും ഇവരെ മുഴുവൻ സീറ്റ് ഒന്നും ചെയ്യാൻ പറ്റും. അമിത്ഷാ പാർലമെന്റിൽ NIA ഭേദഗതി ബില്ല് കൊണ്ടുവന്ന് ഈ NIA ഭേദഗതി ബില്ലിനെതിരെ UDF-ന്റെ 18 MPമാരും അനുകൂലിച്ച് വോട്ട് ചെയ്തതല്ലേ? അതേപോലെ തന്നെ ഈ BJP അധികാരത്തിൽ വന്നാൽ പെട്രോൾ ഡീസൽ വില വർധനവ് അത് പിൻവലിക്കോ? അത് തയ്യാറാണോ? പിന്നെ എങ്ങനെ പിൻവലിക്കും? അതൊക്കെ സ്വകാര്യ കമ്പനി കൊണ്ടുപോയി. അതേപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി വളരെ ആധികാരമായിട്ട് ഇവര് ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അല്ല, അദ്ദേഹം പറഞ്ഞതിനോട് മറുപടി വരണ്ടേ? അങ്ങനെയാണെങ്കിൽ ഈ പെട്രോളിനും ഡീസലിനും വില എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ടാക്സിന് ഒപ്പം തന്നെ അത്രയും തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് ടാക്സ് ഉണ്ട്. അത് അവർ പിരിവെച്ചാലും വില കുറയും. അതെ, അതാണ് അതിനോടുള്ള ചോദ്യം. മാത്രമല്ല അതിന്റെ പേരിൽ ക്ഷേമ പെൻഷൻ ഈ സുഹൃത്തിന്റെ ചില ചോദ്യങ്ങൾ. ഒരു നിമിഷം. ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ലല്ലോ. 2 മാസം കൊടുത്തില്ലേ? 2 മാസം കൊടുത്തില്ലേ? കോടതിയോട് ചോദിച്ചെന്താ, ഇത് ഞങ്ങളുടെ അവകാശമല്ല, പെൻഷൻ കൊടുക്കുന്നത് ഞങ്ങളുടെ അവകാശമല്ലെന്ന് കഴിഞ്ഞ ദിവസം കോടതിയോട് ചോദിച്ചില്ലേ? ഭരണഘടനാപരമായ ഒരു പൊസിഷൻ അല്ലേ അതെങ്ങനെയാ പെൻഷൻ അങ്ങനെ അവകാശമാവുന്നത്? അധ്വാനിക്കുന്ന പണം നികുതിയായിട്ട് പോയിട്ട് ആ പൈസ നിന്നാണ് ഇവർക്ക് ഈ പാവപ്പെട്ടവർക്ക് പൈസ കൊടുക്കുന്നത്. സ്റ്റാറ്റ്യൂട്ടറി അല്ല, അതുകൊണ്ട് ക്ഷേമ പെൻഷൻ സ്റ്റാറ്റ്യൂട്ടറി അല്ല, സർക്കാരിന്റെ പോളിസി അല്ലേ? സർക്കാരിന് അങ്ങനെ കൊടുക്കണ്ട. അങ്ങനല്ല. അപ്പൊ നമുക്ക് വരാം. ഒരു ചെറിയ ഇടവേള കൂടി. ഇടവേളയ്ക്ക് ശേഷം വോട്ടർമാർ കൂടുതൽ പ്രതികരിക്കും. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഷോർട്ട് ബ്രേക്ക്. വോട്ടർ കുരുക്ഷേത്രം എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ്. എറണാകുളത്തിന്റെ രാഷ്ട്രീയ മനസ്സ് തുടിക്കുന്നത് ആർക്കൊപ്പം ചേട്ടാ? അതായത് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ തമിഴ്നാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ച് വോട്ട് പിടിക്കുന്നുണ്ടല്ലോ, ഇവിടെ എന്താ യെച്ചൂരി കിട്ടാനാണോ അവിടെ വോട്ട് പിടിക്കുന്നത്? ഓക്കെ, അത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതുകൊണ്ടുള്ള 29 രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റ മുന്നണി പോലെ യോജിക്കാവുന്ന എല്ലാ വിഷയങ്ങളും യോജിച്ചാ പോണേ. പക്ഷെ കേരളത്തിലും അതുപോലെ പഞ്ചാബില് അതുപോലെ ബംഗാളിൽ ആ യോജിപ്പില്ല, പരസ്പരം മത്സരിക്കുന്നു. ഇതൊക്കെ എല്ലാവരും ചർച്ച ചെയ്യണം. ശരി, ചോദിക്കൂ. എനിക്ക് പറയാനുള്ളതൊന്നുമില്ല. ഇവിടുന്ന് ആദ്യമായിട്ട് ഒരു വനിതാ സ്ഥാനാർത്ഥി നമ്മുടെ പാർലമെന്റിലേക്ക് വന്നു. അത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. ഈ ചലക്കണ പോലെയൊന്നും അല്ലാതെ. രണ്ടാമത് ഇവിടെ എല്ലാ മതക്കാരെയും പ്രോത്സാഹിപ്പിക്കുന്ന പറയണേ. രാമക്ഷേത്രം മാത്രം പോരാ, ഇവിടെ പള്ളിയും പണിയണം, ഒക്കെ പണിയണം. നിങ്ങൾക്ക് പറ്റുമോ? എന്നിട്ട് എവിടെയാ? എനിക്ക് അത്രേ ഉള്ളൂ. ഒരു വനിതാ സ്ഥാനാർത്ഥി അങ്ങ് പാർലമെന്റിൽ പോകുന്നതിനെ കുറിച്ച് അഭിപ്രായം? എറണാകുളത്തുനിന്നോ? അത് ആലത്തൂരിൽ ഒരു വനിത മതിയോ? 3 വനിതകളെ അയക്കണ്ടേ?
മത്സരിപ്പിച്ച് ജയിപ്പിക്കാൻ വേണ്ടിട്ട്. കാരണം ഹൈബ്രിഡിനൊക്കെ അതല്ല, എറണാകുളം മണ്ഡലത്തിൽ ഒരു സ്ത്രീ MP പ്രതിനിധാനം ചെയ്യണമെന്ന് ആഗ്രഹമില്ലേ നിങ്ങൾക്ക്? അല്ല, സ്ത്രീ തന്നെ വേണമെന്നില്ല. ഇല്ലേ? ഇല്ല, സ്ത്രീ തന്നെ വേണമെന്നില്ലല്ല. പിന്നെ നിങ്ങൾ സ്ത്രീ സംവരണത്തിന് വേണ്ടി പിന്നെ നിങ്ങൾ വാദിക്കുന്നത് എന്തിനാ? സ്ത്രീ സംവരണം എന്ന് പറഞ്ഞ നിങ്ങൾക്കൊരു സ്ത്രീ സ്ഥാനാർത്ഥിയെ കിട്ടി എറണാകുളം മണ്ഡലത്തിൽ. മാറ്റി നിർത്തിയിട്ടല്ല സ്ത്രീ സംവരണം വേണ്ടത്. അങ്ങനല്ലേ പറ്റൂ. മാറ്റി നിർത്തിയിട്ടാണ് സ്ത്രീ സംവരണം. ആകെ പുരുഷന് സ്ത്രീയുള്ളൂ, പിന്നെ ആരെ മാറ്റി നിർത്താതെ സ്ത്രീയെ കൊണ്ടുവരിക? സ്ത്രീ സംവരണം ഇപ്പൊ പുരുഷനാണ് നിൽക്കണമെങ്കിൽ പുരുഷൻ പോകട്ടെ. പുരുഷന് സ്ത്രീയും ഉണ്ട്, നിങ്ങൾ ആരെ പിന്തുണയ്ക്കും? ഞാൻ പുരുഷനെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കും. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കും. അപ്പൊ സ്ത്രീ എവിടെ പോയി? അല്ല, സ്ത്രീയെ മാത്രം, സ്ത്രീയെ നോക്കി പിന്തുണയ്ക്കാനല്ലേ. നിങ്ങൾക്ക് സ്ത്രീ സംവരണം വേണോ വേണ്ടയോ? അല്ല, ഇത് ഇവിടെ സ്ത്രീ സംവരണം അല്ല വിഷയം. കൂടുതൽ സ്ത്രീകൾ പാർലമെന്റിൽ എത്തണ്ടേ? കൂടുതൽ പാർലമെന്റിലേക്ക് കൂടുതൽ സ്ത്രീകൾ എത്തണോ വേണ്ടയോ? അപ്പൊ നിങ്ങളുടെ മണ്ഡലത്തിൽ ഒരു സ്ത്രീ സ്ഥാനാർത്ഥിയുണ്ട്. 53% സംവരണം എന്നത് കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. എവിടെ കൊണ്ടുവന്നു? BJP അടുത്ത തവണ നടപ്പാക്കാൻ ആലോചിച്ചു കൊണ്ടുവച്ചേക്കുന്നതാ. ഇത് നേരത്തെ കൊണ്ടുവന്നതാണ്. നേരത്തെ ആലോചിച്ചില്ല. ഇപ്പൊ വീണ്ടും 50%ലേക്ക് രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ചിരിക്കുന്ന സംവരണമാണ്. അതെ, അവിടെ നിങ്ങളുടെ മണ്ഡലത്തിൽ ഒരു സ്ത്രീ സ്ഥാനാർത്ഥി ഉണ്ടെന്നേ, നിങ്ങൾ വിജയിപ്പിക്കുവോ? ഒരിക്കലുമില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാ ഇത് കഴിവുള്ളവരെ വേണം. അതാണ്. ഓക്കെ ആ സ്ത്രീ പറഞ്ഞു സാർ. 5 സ്ത്രീകളെ അയക്കുന്നുണ്ട്, പേടിക്കണ്ട. 5 സ്ത്രീകളെ കേരളത്തിൽ അയക്കുന്നുണ്ട്, പേടിക്കണ്ട. പറഞ്ഞോ. BJP ഈ പെട്രോൾ ഡീസൽ ഗ്യാസിന്റെ വില വർധനവുമായി ബന്ധപ്പെട്ട് ദിനം പ്രതി ഓരോ സാധനത്തിനും വില കൂടുകയാണ്. ഞാൻ ഇന്നലെ ഉടുപ്പിന്ന് എറണാകുളത്ത് വന്നത് ഒരു ചായക്ക് അവിടെ 24 രൂപ വാങ്ങിച്ചു. ഉടുപ്പി ഒരു ചായക്ക് 24 രൂപ. ഞാൻ പറഞ്ഞു കേരളത്തിൽ ഇത്രയും വിലയില്ലോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ വില വേണമെങ്കിൽ മേടിച്ചോന്നാ പറഞ്ഞത്. നിങ്ങൾക്ക് അതിനെ കുറിച്ച് വല്ലതും പറയാറുണ്ടോ? അദ്ദേഹം ഉടുപ്പി കുടിച്ച ചായ ഏത് ചായ എന്ന് എനിക്കറിയില്ല. ഇവിടെ BTHലെ ചായക്ക് 50 രൂപയുടെ ചായ ഉണ്ട്. ഞാൻ പറയാൻ വന്നതല്ല, അദ്ദേഹത്തിന്റെ ചോദ്യം അതല്ല. എങ്കിലും ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. ഇന്ന് ലോകത്തിന്റെ പശ്ചിമേഷ്യ അടക്കം മുഴുവൻ രാജ്യങ്ങളിലും ഇന്ന് യുദ്ധത്തിന്റെ സമാനത നടക്കുകയാണ്. ധാരാളം മലയാളികൾ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. അതായത് ഇന്ത്യയിൽ നമ്മുടെ അടിസ്ഥാന വികസനം, ഇന്ത്യക്കാരുടെ കാര്യങ്ങൾ, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇവരെ ഈ വേറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. BJP NDA സ്ഥാനാർത്ഥി ഈ എറണാകുളത്ത് ഇത് വിജയിച്ചാൽ കേരളത്തിലെ ഈ എറണാകുളം ജില്ലയുടെ മാലിന്യ പ്രശ്നത്തിന് വേണ്ട പരിഹാരം ഉണ്ടാകും. പ്രശ്നം നീക്കാൻ ഒരു കോർപ്പറേഷൻ വിചാരിച്ചാൽ പോരെ സാർ? മാലിന്യ പ്രശ്നം ഒരു കോർപ്പറേഷൻ വിചാരിച്ചാൽ പോരെ? ഇല്ല, നടക്കുന്നില്ലല്ലോ. ഒരു കാര്യം ഇവിടുത്തെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ പറയാൻ വന്ന കാര്യം, കേരളം നമുക്ക് അനന്ത സാധ്യതകളുള്ള കൊച്ചി നഗരം, അതിന്റെ ടൂറിസം, ആ ടൂറിസത്തെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കാനായിട്ട് നരേന്ദ്രമോദി സർക്കാർ CIA ചോദിച്ച മാലിന്യം, മണിപ്പൂർ ചോദിച്ച മാലിന്യം, CIA ചോദിച്ച മാലിന്യം, ചോദിച്ച മാലിന്യം, വിലക്കയറ്റം ചോദിച്ച മാലിന്യം, തൊഴിലില്ലായ്മ ചോദിച്ച മാലിന്യം, വികസന വിരോധം ചോദിച്ച അതും മാലിന്യം, അതും മാലിന്യം. ഹൈബീഡൻ സാറ് ഒരു 10-12 കൊല്ലം മുമ്പ് മൻമോഹൻ സാറ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ഷാങ്കായി വരെ പോയി. എന്നിട്ട് ഫേസ്ബുക്കിൽ ഒരു ഉഗ്രം പോസ്റ്റ് ഇട്ടു, ഇവിടുത്തെ കേരളത്തിലെ റെയിൽ ഷാങ്കായിലെ റെയിൽ പോലെ ആയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞോണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, സാറേ അതൊക്കെ വിട്, ആ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ മഴ കൊള്ളാതെ ഞങ്ങൾക്ക് ട്രെയിൻ കയറാനുള്ള സംവിധാനം ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. ഉടനെ നടപടിയെടുത്തു. അങ്ങനെ എന്നെ ബ്ലോക്ക് ചെയ്തു ഫേസ്ബുക്കിൽ നിന്ന്. ഡെവലപ്മെന്റ് നടക്കുകയാണ്, അത് പോയി കണ്ടാൽ മതി. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളെ ഔഷധ വിപണന എംപിമാര് വേണ്ടേ? എന്നാ പിന്നെ എല്ലാ 540 എടുത്ത് നരേന്ദ്രമോദി. എനിക്ക് ചോദിക്കാനുള്ള BJP പ്രതിനിധിയോടാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ ജനങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാരണം ഔഷധ വിപണന മേഖലയിൽ തൊഴിലെടുക്കുന്ന ആരാണ് ഞങ്ങളുടെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിലൊക്കെ ED റെയ്ഡ് നടത്തിയിട്ട് ഇലക്ട്രൽ ബോണ്ട് 7500 കോടി എന്നാണ് ഒഫീഷ്യലി പറയുന്നത്. 2300ഓളം കോടി രൂപ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളെ പേടിപ്പിച്ച് നിങ്ങൾ മേടിക്കുന്നതാണ്. അഴിമതി നിയമവിധേയമാക്കാൻ വേണ്ടി പറയുന്ന ഒരു രാഷ്ട്രീയമാണ് അവർക്ക്. വലതുവശത്തിരിക്കുന്ന ആൾക്കും ഒട്ടും മോശമല്ല, പക്ഷെ നടുക്കിരിക്കുന്ന ആൾക്കാർക്ക് ആ വശമില്ല. അതായത് ജനപക്ഷം, അതായത് അഴിമതിയുടെ പണം ഞങ്ങൾക്ക് വേണ്ട. തീർച്ചയില്ല, അഴിമതിയുടെ ചേട്ടാ മുതലാളി വർഗത്തിന്റെ ഈ പണം ഉണ്ടല്ലോ, അത് അധികാര രാഷ്ട്രീയം കൈയാളുന്ന കേന്ദ്രത്തിന്റെ
പറയട്ടെ കേന്ദ്രത്തിന്റെ ആൾക്കാർ തമ്മിൽ സന്ധി ചെയ്യുമ്പോ നിങ്ങൾ മനസ്സിലാക്കുക, മുതലാളിത്തത്തിന്റെ പണം അധികാര രാഷ്ട്രീയമായിട്ട് സന്ധി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ അവർ സാധാരണക്കാരെ നമ്മളുള്ള സമൂഹത്തോട് ആജ്ഞാപിക്കുകയാണ്, അപേക്ഷിക്കുകയല്ല. 110 രൂപയ്ക്ക് ഡീസൽ അടിക്കുക. മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള അതെ 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 അതെ. ഈ മെഡിക്കൽ ഫീൽഡിലെ ഏറ്റവും ഗുണനിലവാരമില്ലാത്ത മരുന്നുകളുടെ പേരിൽ നടപടിയെടുത്ത സ്ഥാപനങ്ങളല്ലേ പലതും പിഴ കൊടുത്തിരിക്കുന്നത്? ഇല്ല, അതിൽ തെറ്റുണ്ട്. പല അതിൽ തെറ്റുണ്ട്. അതായത് പറയാം, UCPMP എന്ന് പറഞ്ഞ നിയമമുണ്ട്. ആ നിയമപ്രകാരം ഈ ഓരോ വർഷവും മരുന്നിന്റെ വില കുറയ്ക്കും എന്ന് ഇവര് പറഞ്ഞിട്ട് പിറ്റത്തെ വർഷം നികുതി കൂട്ടി വർദ്ധിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാർ. ഇലക്ട്രൽ ബോണ്ട് വഴി പിഴിയുന്നു എന്നതാണ്. ഒരൊറ്റ ചോദ്യം കൂടി സാർ. പറഞ്ഞു പെട്ടെന്ന് നമുക്ക് 2 മിനിറ്റേ ഉള്ളൂ. BJP നേതാവിനോട് ചോദിക്കുന്നത്, ഇന്ത്യയിലെ എല്ലാ അഴിമതിക്കാരും BJPയിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ അവരെ വാഷിംഗ് മെഷീനിലിട്ട് അലക്കിയെടുക്കും, വെളുപ്പിച്ചെടുക്കും. അതോടെ അവരെല്ലാം ക്ലിയറായി. അതാണ് ഇപ്പൊ നമ്മ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ആരെങ്കിലും വെളുപ്പിക്കാനുണ്ടോ ഇല്ലെന്ന് ഒന്നുകൂടി ചോദിക്കാം. കോൺഗ്രസ് അവരുടെ ഭരണം അഴിമതിക്ക് വേണ്ടി ഉപയോഗിച്ച ഞങ്ങൾ പറഞ്ഞിട്ടല്ലോ. നിങ്ങളുടെ അഴിമതിക്കാര് അവസാനത്തെ ആളിനെയും അകത്താക്കിയിട്ട് BJP ഈ ഭരണത്തിൽ നിന്ന് പോകും. അഴിമതി വെച്ച് ഉറപ്പിക്കില്ല. അദാനി ആയാലും ആരായാലും കരുവന്നൂര് മുതല് ഇന്ത്യയുടെ ഏതു ഭരണ കേന്ദ്രത്തിരിക്കുന്ന ആളായാലും അഴിമതിക്കാരെ തുടച്ചു മാറ്റും. അഴിമതിക്കാരെ തുടച്ചു നിങ്ങൾ എന്ത് ചെയ്യും? അശോക് ചവാൻ, മുകുൾ റോയ്, തപസ് റോയ്, അധികാരി. അതാണ് നമ്മുടെ നയം. ഇവിടെ 16 മുഖ്യമന്ത്രിമാരെ വിലക്കെടുത്തു. അതുപോലെ നിരവധി കേന്ദ്രമന്ത്രിമാരെ വിലക്കെടുത്തു. ഇന്ത്യൻ പാർലമെന്റിൽ 303 MPമാരുണ്ട് BJPക്ക്. അതിൽ 112 പേർ പഴയകാല കോൺഗ്രസ് നേതാക്കന്മാർ. നമ്മളെല്ലാം പണം കൊടുത്ത് നേതാക്കന്മാരെ BJP ആക്കുന്ന കണ്ടേ. പക്ഷെ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ വിടും, 2 പേപ്പർ അങ്ങെടുക്കും, എന്നിട്ട് ഇലക്ട്രൽ ബോണ്ട് കോടികൾ വാങ്ങി. ആ ഇലക്ട്രൽ ബോണ്ടിലുള്ള 2 പ്രധാനപ്പെട്ട കമ്പനിയുടെ കയ്യിൽ നിന്ന് CPM പണം വാങ്ങി. ഇല്ല കടമായി 2 കോടി വാങ്ങിച്ചപ്പോ വലിയ വാർത്തയായി. 50 കോടി രൂപയാ കോൺഗ്രസ് വാങ്ങിച്ച്. 175 കോടി രൂപയാണ് DLF-ന് വേണ്ടി യഥാർത്ഥ മരിമോനെ സോണിയാഗാന്ധിയുടെ മരിമോന് വേണ്ടി ഇലക്ട്രൽ ബോണ്ടുകളെ പറ്റി, അഴിമതിയെ പറ്റി പറഞ്ഞു തുടങ്ങിക്കൊണ്ടെന്ന് പറയണം. ഇന്ത്യ 93ാം റാങ്കിങ്ങിലാണ് ട്രാൻസ്പെറൻസി ഇന്റർനാഷണല് BJP ഭരണത്തിന്റെ കീഴിൽ. അപ്പൊ അഴിമതി ഇവിടെ നിന്ന് പോയിട്ടില്ല. 40 കമ്പനികളിൽ നിന്ന് 2400 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ടായിട്ട് BJPക്ക് ലഭിച്ചത്. ആ 40 കമ്പനിയും ED-യുടെയും CBIയുടെയും IT ഇൻവെസ്റ്റിഗേഷൻ നേരിടുന്ന കമ്പനികളാണ്. 8000 കോടി രൂപയോളം ഇവർ സമാഹരിച്ചിട്ടുള്ള ഈ പണം ഉപയോഗിച്ച് ജനാധിപത്യത്തെ അട്ടിമറിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. റോബർട്ട് വദ്രയുടെ പങ്കാളിത്തമുള്ള DLF-ഉം ഇലക്ട്രൽ ബോണ്ട് BJPക്ക് കൊടുത്തിട്ടുണ്ട്. അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. കഴിഞ്ഞ സെപ്റ്റംബറിൽ പാർലമെന്റ് സെഷനിൽ CAG-യുടെ 12 റിപ്പോർട്ടാണ് വന്നത് അഴിമതിയെ സംബന്ധിച്ചുള്ള. അപ്പൊ ഗവൺമെന്റ് നടപടിയെടുത്തു. CAG അന്വേഷണം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. അതിലെ ഒറ്റ വാചകം, ഹൈബീഡൻ ജയിക്കേണ്ടത് എന്തുകൊണ്ട്? ജയിക്കേണ്ടത് ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും ബഹുസ്വരതയും സോഷ്യലിസ്റ്റ് ആശയങ്ങളും വിജയിക്കാൻ അത്യാവശ്യമാണ്. വിജയിക്കേണ്ടത് എന്തുകൊണ്ട്? രാജ്യം ഇന്ത്യയായി നിലനിൽക്കാൻ ഭരണഘടനയും ജനാധിപത്യവും അതുപോലെ ഫെഡറലിസവും മതേതരത്വവും സംരക്ഷിച്ചുകൊണ്ട് ഈ രാജ്യത്തെ നിലനിർത്താനുള്ള പോരാട്ടത്തിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷ MPമാരുടെ എണ്ണം വർദ്ധിക്കണം. അതിനുവേണ്ടി KJ ഷൈന്റെ കരുത്തുറ്റ കരങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ അത്യാവശ്യമാണ്. ഒറ്റ വാചകം. ഇന്ത്യയുടെ അഭിമാനമായിട്ട് ലോകത്തിന്റെ നെറുകയില് ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് 2047 ഇന്ത്യ ലോകത്തിന്റെ നെറുകയില് ഇന്ത്യ കൊച്ചിയുടെ മനസ്സ് ആർക്കൊപ്പം എന്നറിയാൻ 4-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും. 14 തവണയും UDF-നോടൊപ്പമായിരുന്നെങ്കിലും ഇടതുമുന്നണിയെയും ചില ഇടവിട്ട ഘട്ടങ്ങളിൽ കൊച്ചി തുണച്ചിട്ടുണ്ട്. കൊച്ചി ആരെ തുണയ്ക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. കുരുക്ഷേത്രം ഇന്നിവിടെ സമാപിക്കുന്നു. നാളെ വീണ്ടും നമ്മൾ കണ്ടുമുട്ടും ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ. വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്, ശുഭരാത്രി.